നമ്മുടെ വിഷ്ണു സാറും അതിലെ മിസ്സും വണ്ണിന്റെയും പേപ്പർ 2-ന്റെയും സ്ട്രാറ്റജികളും പരീക്ഷാ രീതിയിലൊക്കെ കുറേശ്ശെയായിട്ടുള്ള മാറ്റങ്ങൾ ഓരോ സൈക്കിളിലും വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം 2018 ശേഷം സിലബസ് മാറിക്കഴിഞ്ഞ് 19, 20 പിന്നെ ഈ 6 വർഷങ്ങളായിട്ട് 7-8 വർഷത്തോളമായി സിലബസ് ചേഞ്ച് ആയിട്ട്. സിലബസ് മാറിയിട്ടില്ലെങ്കിൽ പോലും പുതിയ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ചില ഏരിയകളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ പുതുതായി കണ്ടുവരുന്നുണ്ട്. സിനിമ അതിലൊരു ഏരിയയാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷിനൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്തൊരു സൈക്കിൾ കൂടിയായിരുന്നു. PYQ റെലവെന്റ് അല്ല, നോക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞൊരു ഇതിൽ നിന്ന് മാറി PYQ നോക്കി പോയവർക്കൊക്കെ ഒരു മോക്ക് ടെസ്റ്റ് എഴുതുന്ന അതേ ലാഘവത്തില് പരീക്ഷ എഴുതാൻ പറ്റിയിട്ടുണ്ട്. പരീക്ഷയുടെ പല പരിമിതികളും ഒക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ ഒക്കെ അറിയുന്നുണ്ട്. അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സർക്കിൾ ഓഫ് കൺട്രോൾ എന്നുള്ളത്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു സർക്കിൾ ഉണ്ട്. അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന കാര്യങ്ങളെ എത്രത്തോളം ഭംഗിയായിട്ട് ചെയ്യാമോ, അതിൽ എത്രത്തോളം ഫോക്കസ് ചെയ്യാൻ നമുക്ക് മനസ്സുണ്ടോ, അതനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതം. എന്നാൽ ഈ സർക്കിൾ ഓഫ് കൺട്രോളിന് പുറത്തുള്ള കാര്യങ്ങളെ പറ്റി ആകുലപ്പെടുകയും അതിനെതിരെ പരാതിപ്പെടുകയും നമ്മൾ പ്രതികരിക്കാത്ത മനുഷ്യരായിട്ട് ജീവിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ ഫോക്കസ് കൂടുതൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളിലായിരിക്കും. സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതത്തിനും നല്ല പഠനാനുഭവത്തിനും പരീക്ഷയിലെ വിജയത്തിനും ഒക്കെ അത് ആവശ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ? നമ്മൾ ഏതിലാ ഫോക്കസ് ചെയ്യേണ്ടത്? മാറ്റം വരുത്താൻ പറ്റുന്ന കാര്യങ്ങളിലല്ലേ? തീർച്ചയായിട്ടും. അപ്പോ എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം, ഏത് മെറ്റീരിയൽ ഉപയോഗിക്കണം, റിവിഷൻ എങ്ങനെ നടത്തണം, ഇതൊക്കെ നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്താൽ ഉറപ്പായിട്ടും റിസൾട്ട് ഇംപ്രൂവ് ആവും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാര്യം നിങ്ങൾ ആരും കുഞ്ഞിപ്പിള്ളാരല്ല, ആണോ? ഡിഗ്രി 4th ഇയർ അല്ലെങ്കിൽ PG കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ, PGക്ക് പഠിക്കുന്നവരൊക്കെയാണ് എന്റെ മുന്നിലുള്ളത്, അല്ലെ? അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അത് സാധിക്കും എന്നുള്ളത് ഉറച്ച് വിശ്വസിക്കാം. അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഹെൻറി ഫോർഡ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അത് സാധിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലെന്ന് വിശ്വസിക്കുന്നുണ്ടോ, രണ്ടും കറക്റ്റാണ്. കാര്യം പറ്റില്ല അല്ലെങ്കിൽ സെൽഫ് ഡൗട്ടോട് കൂടി നമ്മൾ ഒരു കാര്യം തുടങ്ങി കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കാൻ എത്രത്തോളം സാധ്യതയുണ്ട് പിള്ളേരെ? നിങ്ങൾ തന്നെ പറഞ്ഞു. നിങ്ങളൊരു ഉറച്ച തീരുമാനം എടുത്തു, അത് നടക്കും എന്ന് ഉറച്ച് വിശ്വസിച്ച് ചെയ്തൊരു കാര്യവും പകുതി മനസ്സോടുകൂടി ഇറങ്ങി തിരിച്ചൊരു കാര്യവും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. ഒരു മിനിറ്റ് മനസ്സിൽ ഒന്ന് ചിന്തിച്ചു നോക്കി, ഏതായിരിക്കും നടക്കാൻ എളുപ്പം? ഇതൊരു ഫേക്ക് പോസിറ്റിവിറ്റിയോ അല്ലെ പ്രോസ്പെരിറ്റിയുടെ ഒരു മെസ്സേജോ ഒന്നും അല്ല. പക്ഷെ നമ്മുടെ മനസ്സിന്, നമ്മുടെ ശരീരത്തിന് മുകളിൽ ഒരു കൺട്രോൾ തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾ ഇന്ന് തന്നെ വിശ്വസിച്ച് തുടങ്ങുക, ഇതെന്നെ കൊണ്ട് പറ്റും എന്നുള്ളത്. അത് പകുതി വഴിയായിട്ടുള്ളൂ കേട്ടോ. ബാക്കി പകുതി എന്താ? അത് പോസിബിൾ ആവാൻ വേണ്ട പ്രവൃത്തി കൂടെ ചെയ്യാം. രണ്ട് കാര്യങ്ങളിലാണ് മിസ്റ്റേക്ക് വരുന്നത്. കുറച്ചു പേര് പറ്റുമെന്ന് വിശ്വസിക്കില്ല, ചിലര് പറ്റുമെന്ന് വിശ്വസിക്കുക മാത്രമേ ഉള്ളൂ. അതിന് വേണ്ട ആക്ഷൻ സ്റ്റെപ്പുകൾ എടുക്കില്ല. അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് I+ലെ അധ്യാപകരും I+ ഒക്കെ നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്. ആരൊക്കെയാ റെഡി ആയിട്ടുള്ളത്? റെഡി എന്നൊന്ന് പറഞ്ഞേ. നെറ്റ് നേടാൻ റെഡി ആയിട്ടുള്ളവര്. ഇതിലെ ഒരു തമാശ എന്ന് വെച്ചാൽ നെറ്റ് നേടാൻ റെഡിയൊക്കെ ആയിട്ടും ചാറ്റ് ബോക്സ് റെഡി എന്ന് പറയാൻ മടിയുള്ളവരുണ്ട് എന്നുള്ളതാണ്. എല്ലാവരും ഒന്ന് ആക്റ്റീവായിട്ട് വന്നേ. ഒരു കുഞ്ഞു സ്റ്റെപ്പ് ഒന്ന് എടുത്തേ. ഓക്കെ, അപ്പൊ എല്ലാരും സെറ്റ് ആണല്ലോ. അപ്പൊ ഈ കാര്യങ്ങൾ ഓർക്കണം കേട്ടോ. പോസിറ്റീവായിട്ട് ഒരു മൈൻഡ് സെറ്റോട് തുടങ്ങുക. ഇത് പോസിബിൾ ആണ്. നിങ്ങളെ പോലുള്ള ആൾക്കാരാണ് 3000 പേര് കൂടുതൽ I+ൽ നിന്ന് തന്നെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് നെറ്റ് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട്. അപ്പൊ ഞാൻ നമ്മുടെ സെഷന്റെ സ്റ്റാർട്ടിങ്ങിനായിട്ട് വിഷ്ണു സാറിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അത് ടീച്ചറിനെ, വിഷ്ണു സാറിനെ, എല്ലാ കുട്ടികളെയും. വിഷ്ണു സാർ സെഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഞാൻ സാറിനെ ആദരവോടെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. വെരി ഹാപ്പി ഗുഡ് ഈവനിങ് എല്ലാവർക്കും. നമ്മളെ സംബന്ധിച്ചോളം വളരെ ആകാംക്ഷയായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. കാരണം നമ്മുടെ ഈ ചെറിയ ദിവസങ്ങളിലേക്ക് ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഇതിനോടകം. എല്ലാവർക്കും ഗുഡ് ഈവനിങ് കേട്ടോ. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും അല്ല, യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമിലാണെങ്കിലും പത്രത്തിലൊക്കെ ആണെങ്കിലും TV ന്യൂസ് ചാനലൊക്കെ
എന്താണ് പലതരത്തിലുള്ള ഇൻഫർമേഷൻസ്, പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, നെറ്റ് എക്സാം ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ പറ്റി അല്ലെ. അപ്പൊ പലതരത്തിലുള്ള സംശയങ്ങളൊക്കെ നമ്മുടെ ഉണ്ട്. പക്ഷെ വളരെ ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ട് അത്തരത്തിലുള്ള ഒരു ബയാസ്ഡ് വല്ലാണ്ട് വളരെ സ്വതന്ത്രമായി നിൽക്കുന്ന ആള് എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ ഈ വെബിനാർ അറ്റൻഡ് ചെയ്യാൻ. കാരണം യാതൊരു തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ആത്മവിശ്വാസക്കുറവോ ഒന്നും വേണ്ട. നമ്മൾ കൃത്യമായിട്ട് ഈ വെബിനാറിൽ ഈ എക്സാം എന്താണ്, നിലവിൽ ഈ എക്സാമിന്റെ ഒരു ട്രെൻഡ് എന്താണ് എന്നെല്ലാം കൃത്യമായിട്ട് വിലയിരുത്തും. അതിനോട് മുമ്പായിട്ട് ഒരു കാര്യം പറയട്ടെ, വളരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ നെറ്റ് എക്സാമിന്റെ ഒരു പകുതി കടമ്പ, ഒരു 50% നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇന്ന് 11-ാം തീയതി 8 മണിക്ക് ഈ വെബിനാറിൽ കുറച്ച് സമയം നിങ്ങൾ ചെലവഴിക്കാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തീരുമാനമാണ് അല്ലെ. അത് തീരുമാനം ഒന്ന് ഉറപ്പിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ കേട്ടോ? അങ്ങനെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെബിനാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിങ്ങൾ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. കുറെ സമയങ്ങൾ നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അല്ലെ. ഈ 8 മണി സെക്ഷന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാറ്റി വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ സമയം ചെലവഴിക്കുന്നത് അല്ലെ. അതിന്റെ യുക്തി എന്താണ്? നിങ്ങൾ താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ് അല്ലെ. നിങ്ങൾ ഈ എക്സാം എഴുതാൻ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയി വന്നു എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ വിജയം എന്ന് പറയുന്നത്. ഒരു മനസ്സ് കാണിച്ചു എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ വിജയം. ഈ മനസ്സ് മതി നമുക്ക് ഈ പരീക്ഷ പാസ്സാകാൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ വളരെ പോസിറ്റീവായിട്ട് നമ്മളെ കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ കേട്ടോ. നമ്മളിന്ന് 2 അജണ്ടയാണ് നമ്മളിന്ന് പറയുന്നത്. ഒന്നൊരു ഓറിയന്റേഷൻ ഉണ്ട്, അടുത്ത എക്സാമിനെ പറ്റിയുള്ള ഒരു ഓറിയന്റേഷൻ ഉണ്ട്. നമുക്കറിയാം ഡിഗ്രി 4th ഇയറുകാർ ഉൾപ്പെടെയുള്ള കുട്ടികൾ, അതോടൊപ്പം തന്നെ PG ഇപ്പം നിലവിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ PG ലാസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഈ വെബിനാർ ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് നെറ്റ് എക്സാം, അതിന്റെ ഒരു പൊതു സ്വഭാവം എന്താണ്, നിലവിൽ എന്താണ് സംഭവിക്കുന്നത്, ആ ഒരു വിഷയവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഒരു പ്രീവിയസ് എക്സാമിന്റെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് അല്ലെ. ഈ കഴിഞ്ഞ എക്സാം എന്താണ് സംഭവിച്ചത് അല്ലെ. നമുക്ക് എല്ലാ ആകാംക്ഷയുള്ള ഒരു പ്രശ്നമാണ് അല്ലെ. പല പ്രശ്നങ്ങളും പല റൂമേഴ്സുകളൊക്കെ നമ്മൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം ഒരു വസ്തുത എന്താണ്, അതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ മറ്റൊരു അജണ്ടയായിട്ട് സംസാരിക്കുന്നത്. അങ്ങനെ കൃത്യമായ 2 അജണ്ടകളാണ് നമ്മളിവിടെ പറയുന്നത്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പരീക്ഷയെ ഏറ്റവും ഫലപ്രദമായിട്ട് എങ്ങനെ നമുക്ക് നോക്കിക്കാണാം എന്നുള്ള വിവരങ്ങളും നമ്മൾ ഈ വെബിനാറിന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടി വളരെ സ്നേഹത്തോടെ ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നുകൊണ്ട് നമുക്ക് വെബിനാർ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എക്സാമിനെ ആദ്യമേ ഒന്ന് വിലയിരുത്തണം, എന്താണ് നെറ്റ് എക്സാം എന്നുള്ളത്. ഓക്കെ, ഓൾറെഡി കുറെ ആളുകൾക്കൊക്കെ ഒരു ധാരണ ഉണ്ട് എക്സാമിന്റെ ഒരു പാറ്റേൺ ഒക്കെ പറ്റി. പുതിയ കുട്ടികൾക്കും കൂടെ ഒന്ന് അഡ്രസ് ചെയ്തുകൊണ്ടാട്ടോ നമ്മൾ തുടങ്ങുന്നത്. എക്സാമിന്റെ ഒരു ഓവർവ്യൂ ആണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം UGC നെറ്റ് എക്സാമിന് മുമ്പ് ആരാണ് നെറ്റ് എക്സാം കണ്ടക്ട് ചെയ്തത്? കമന്റ് ചെയ്യാം കേട്ടോ, അറിയാവുന്നവർക്കൊക്കെ കമന്റ് ചെയ്യാം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA മുമ്പ് ആരായിരുന്നു UGC നെറ്റ് കണ്ടക്ട് ചെയ്തത്, നെറ്റ് എക്സാം കണ്ടക്ട് ചെയ്ത ഏജൻസി ഏതായിരുന്നു? ആർക്ക് വേണമെങ്കിലും പറയാം കേട്ടോ, ഇടപെടാം. UGC തന്നെ ഏജൻസി. വെരി ഗുഡ് CBSE ആയിരുന്നു അല്ലെ. സ്റ്റേറ്റ് ബോർഡ് ഓഫ് അല്ലെ സെക്കൻഡറി എഡ്യൂക്കേഷൻ അല്ലെ, CBSE ആയിരുന്നു വന്നത്. അന്ന് പേപ്പർ 1 ഉണ്ടായിരുന്നു, പേപ്പർ 2 ഉണ്ടായിരുന്നു, പേപ്പർ 3 ഉണ്ടായിരുന്നു. ഞാനൊക്കെ ആ കാറ്റഗറിയിൽ എക്സാം എഴുതാം. പേപ്പർ 1, 2, 3. പേപ്പർ 1 ജനറൽ പേപ്പർ ആയിരുന്നു. സബ്ജക്റ്റിന് 2 പേപ്പർ ഉണ്ടായിരുന്നു. പേപ്പർ 2 ഉണ്ടായിരുന്നു, പേപ്പർ 3 ഉണ്ടായിരുന്നു. ഓക്കെ, ഓൺലൈൻ എക്സാം അല്ലായിരുന്നു, ഓഫ്ലൈൻ എക്സാം ആയിരുന്നു. ഓക്കെ, ആ സാഹചര്യത്തിൽ നിന്നാണ് ഏറ്റെടുക്കുന്നത്? നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഈ എക്സാം ഏറ്റെടുക്കുന്നത്. ക്ലിയർ ആണെന്നുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2018 ഡിസംബറോടുകൂടിയൊക്കെയാണ് NDA ഇത് ഏറ്റെടുക്കുന്നത്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ മൊത്തം മാറുന്നു. ഓക്കെ, പുതിയ സിലബസ് വരുന്നു. അത് എന്താണ് CBT മോഡൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലേക്ക് എക്സാമിന്റെ ഒരു സാഹചര്യം മാറുന്നു. അതാണ് നമ്മളിവിടെ കണ്ടത്. ഓക്കെ, അതാണ് അതിന്റെ ഒരു ബാക്കപ്പ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ 2 പേപ്പറാണ് നമുക്ക് വരുന്നത് അല്ലെ. പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. ഇങ്ങനെ 2 പേപ്പറും കൂടെ നേരത്തെ തുടങ്ങി ഇന്ത്യ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 2 ടൈം പ്രിഫറൻസ് ആയിരുന്നു. ഓക്കെ, ഇപ്പൊ എന്താണ് 2 കമ്പൈൻ ചെയ്തിട്ട് പേപ്പർ 1 പേപ്പർ 2 അങ്ങനെയാണ് നമ്മൾ എക്സാം എഴുതുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം ടോട്ടൽ ക്വസ്റ്റ്യൻ 150 മാർക്കുണ്ട് അല്ലെ, 150 ചോദ്യങ്ങളുണ്ട്. ആ 150 ചോദ്യങ്ങൾ ഫസ്റ്റ് പേപ്പറിൽ 50 ചോദ്യങ്ങളുണ്ട് അല്ലെ. സെക്കൻഡ് പേപ്പർ അത് നിങ്ങളുടെ സബ്ജക്റ്റ് ആയിരിക്കും, അതിൽ 100 ചോദ്യങ്ങളുണ്ട്. അങ്ങനെ 150 ചോദ്യങ്ങളുമായിട്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലെ. ടോട്ടൽ മാർക്ക് 300 മാർക്കാണ് അല്ലെ. അതായത് ഒരു ചോദ്യത്തിന് 2 മാർക്ക് വെച്ചിട്ട് 150 ചോദ്യങ്ങളുണ്ട്. അപ്പൊ 2 മാർക്ക് വെച്ച് വരുമ്പോൾ 300 മാർക്കാണ് അവിടെ
ടോട്ടൽ മാർക്കായിട്ട് വരിക. എക്സാമിന്റെ ഡ്യൂറേഷൻ നിങ്ങൾക്ക് അറിയാം 3 മണിക്കൂറാണ്, 180 മിനിറ്റ് ആണ് വരുന്നത്. മോഡ് ഓഫ് എക്സാമിനേഷൻ അഗൈൻ നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് അല്ലെ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം CSR പോലുള്ള പരീക്ഷകൾക്കൊക്കെ നെറ്റ് എക്സാമിനൊക്കെ നെഗറ്റീവ് മാർക്ക് ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് നെറ്റ് എക്സാമിന് നെഗറ്റീവ് മാർക്ക് നിലവിലില്ല അല്ലെ. പിന്നെ ലാംഗ്വേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി, ഇതൊക്കെയാണ് അതിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു വിവരം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, അതിനെപ്പറ്റി ഒരു ഏകദേശ ധാരണ നിങ്ങൾക്കുണ്ട്. പക്ഷെ ഈ ഡിഗ്രി 4th ഇയറിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചോളം നമ്മളൊന്ന് പറഞ്ഞു വെക്കുന്നു എന്ന് മാത്രം കേട്ടോ. അപ്പൊ നമ്മള് ഈ സിലബസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2019 നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുതിയൊരു സിലബസുമായിട്ട് വന്നത്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു അല്ലെ. 2024 വലിയൊരു ഷിഫ്റ്റ് ഉണ്ടായി. ആ ഷിഫ്റ്റ് എന്താണ്? പുതിയൊരു കാറ്റഗറിയും കൂടെ ആഡ് ചെയ്തു. ഓക്കെ, മൂന്നാമതൊരു കാറ്റഗറിയും കൂടെ വന്നു. ഇപ്പൊ നമുക്ക് നെറ്റ് എക്സാമിനെ സംബന്ധിച്ചോളം 3 കാറ്റഗറിയാണ് വരുന്നത്. കാറ്റഗറി 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട് അല്ലെ. കാറ്റഗറി 1 നിങ്ങൾക്ക് അറിയാം, അവിടെ JRF ക്വാളിഫൈഡ് ചെയ്യുന്ന കുട്ടികളാണ് കാറ്റഗറി 1 വരുന്നത് അല്ലെ. അവരെ സംബന്ധിച്ചോളം ഈ JRF ക്വാളിഫൈഡ് ചെയ്യുന്നു, അസിസ്റ്റന്റ് പ്രൊഫസർ ഉൾപ്പെടെ ബാക്കി എല്ലാം ക്വാളിഫൈഡ് ആണ്. JRF ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ടോട്ടലി എല്ലാം ക്വാളിഫൈഡ് ആണ് അല്ലെ. കാറ്റഗറി 2 വരുന്നു. അവിടെ എന്താണ് പ്രത്യേകത? അവിടെ JRF ഇല്ല, പക്ഷെ എന്താണ് അവർ ക്വാളിഫൈ ചെയ്യുന്നത്? അസിസ്റ്റന്റ് പ്രൊഫസർ അല്ലെ, നെറ്റ് അവർ ക്വാളിഫൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇവിടെ PhD അഡ്മിഷനും പ്ലസ് അസിസ്റ്റന്റ് പ്രൊഫസർ. അവിടെ ഈ പറയുന്ന JRF ക്വാളിഫൈഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇനി കാറ്റഗറി 3 എന്താണ്? കാറ്റഗറി 3യുടെ പ്രത്യേകത നമുക്കറിയാം. പണ്ടെന്ന് പറഞ്ഞാൽ വളരെ പണ്ടൊന്നും അല്ല കേട്ടോ, കുറച്ച് കാലഘട്ടം മുമ്പ് നമുക്ക് ഈ കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിലും MG യൂണിവേഴ്സിറ്റി ആണെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ ആണെങ്കിലും പോലും എന്തുണ്ട്, PhDക്ക് എൻട്രൻസ് എക്സാമിനേഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് എൻട്രൻസ് എക്സാമിനേഷൻ കൂടെ എല്ലാം കൂടെ ഏകോപിപ്പിച്ചുകൊണ്ട് ഈ കാറ്റഗറി 3 ക്വാളിഫൈഡ് ചെയ്ത കുട്ടികളെ സംബന്ധിച്ചോളം അവരെന്താണ് എലിജിബിലിറ്റി കിട്ടുന്നത്? ഈ PhD എൻട്രൻസിന് എലിജിബിലിറ്റി കിട്ടുവാണ്. അതായത് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റി ഈ പറയുന്ന എൻട്രൻസ് എക്സാം എഴുതണ്ട, മറിച്ച് ഈ എലിജിബിൾ ടു അല്ലെങ്കിൽ അഡ്മിഷൻ ടു PhD എന്ന് പറയുന്നത് ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ നേരെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? PhDയിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ 3 കാറ്റഗറിയിലാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. JRFന്റെ വാലിഡിറ്റി നിങ്ങൾക്ക് അറിയാം 3 വർഷമാണ്. 3 വർഷത്തിനുള്ളിൽ നമ്മൾ ആ JRF ഉപയോഗിച്ചുകൊണ്ട് ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ജോയിൻ ചെയ്തിരിക്കണം അല്ലെ. അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ എലിജിബിലിറ്റി ലൈഫ് ടൈം ആണ്. PhD അല്ലെ, അഡ്മിഷൻ ടു PhDയുടെ വാലിഡിറ്റി കാറ്റഗറി 3 മാത്രമാണ് ആപ്ലിക്കബിൾ, അത് 1 വർഷമാണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ വലിയ ഷിഫ്റ്റ് 2019 തൊട്ട് 2026 ഈ ദിവസം വരെ നമ്മൾ നോക്കിക്കാണുമ്പോൾ വലിയൊരു ഷിഫ്റ്റ് ഒന്നും സംഭവിച്ചിട്ടില്ല അല്ലെ. സിലബസ് 2019 വന്നിട്ടുണ്ട്, ആ സിലബസ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പിന്നെ 2024 കാറ്റഗറി 3 എന്ന് പറയുന്ന അഡ്മിഷൻ ടു PhDയും കൂടെ എന്ത് ചെയ്തു? അപ്ലൈ ചെയ്തു. ഇതാണ് അതിന്റെ സ്ട്രക്ചറിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എക്സാമിനേഷൻ പാറ്റേൺ എന്താണ്, എക്സാമിനേഷൻ്റെ അകത്ത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേട്ടോ. യെസ്, നെറ്റ് എക്സാമിനെ പൊതുവെ നമ്മൾ ഫസ്റ്റ് പേപ്പറിനെ കുറച്ചും കൂടെ മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. യെസ്, സബ്ജക്റ്റുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. കൂടുതൽ നമ്മൾ ഫസ്റ്റ് പേപ്പറിന് പ്രിഫറൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ടോട്ടാലിറ്റിയെ പറ്റി പറയുന്നത് കേട്ടോ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, UGC നെറ്റിന്റെ PYQ നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 ഷിഫ്റ്റ് മനസ്സിലാവും. ഒന്ന്, ഒരു പ്രഡിക്റ്റബിൾ സോണും ഉണ്ട്, അൺപ്രഡിക്റ്റബിൾ സോണും ഉണ്ട്. എന്താണ് പ്രഡിക്റ്റബിൾ സോൺ? അവിടെ ചാൻസ് ഓഫ് റിപ്പീറ്റേഷൻ കൂടുതലാണ്, അങ്ങനെയുള്ള ഒരു സോണും കാണാം. ലോ ചാൻസ് ഓഫ് റിപ്പീറ്റേഷൻ ഉള്ള ഒരു സോണും കാണാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എപ്പോഴും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായിട്ട് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് ഏത്? പിയാഷെയുടെ തിയറികള്, ഓപ്പറന്റ് കണ്ടീഷൻ, ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓക്കെ, അതുപോലെ വയോസ്കിയുടെ തിയറികള്, ബ്ലൂംസ് ടാക്സോണമി, ഓക്കെ, അത് തന്നെ റിവേഴ്സ്ഡ് ബ്ലൂംസ് ടാക്സോണമി, ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ഇപ്പൊ റിസർച്ചിനെ സംബന്ധിച്ചോളം പറയുവാണെങ്കിൽ ടൈപ്പ് ഓഫ് റിസർച്ച് എപ്പോഴും ചോദിക്കുന്ന മേഖലയാണ്. ടൈപ്പ് ഓഫ് സാമ്പിൾ എപ്പോഴും ചോദിക്കുന്നതാണ്. റിസർച്ചിന്റെ പ്രോസസ്സ്, ഓക്കെ, പ്ലേഗറിസം എന്താണ്, ടൈപ്പ് ഓഫ് പ്ലേഗറിസത്തെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, പ്ലേഗറിസം നമുക്ക് എങ്ങനെ റിസർച്ചിൽ കുറയ്ക്കാൻ സാധിക്കും, പ്ലേഗറിസത്തിന്റെ പെർസെന്റേജുകൾ, അത് ഓരോ ഷിഫ്റ്റിനും ഓരോ രീതിയാണ്. ഓക്കെ, ഇനി പ്ലേഗറിസം എന്താണ്, ഐഡന്റിഫൈ ചെയ്യുന്ന സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെയാണ്, അങ്ങനെയെല്ലാം ചോദ്യങ്ങൾ വരും. ഇതെന്താണ്? ഇത് പ്രഡിക്റ്റബിൾ ആണ്. കാരണം കഴിഞ്ഞ 5 വർഷത്തെ ചോദ്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻഫറൻസ് എന്താണ്? ചില ഭാഗങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് സിലബസിന്റെ. അതിനെ നമ്മൾ എന്ത് പറയും? അതിനെ നമ്മൾ ഫോക്കസ്ഡ് ഏരിയ എന്ന് പറയും. കൃത്യമായിട്ട് മനസ്സിലാക്കണം, അതിന് നമ്മൾ ഫോക്കസ്ഡ് ഏരിയ എന്ന് പറയും. ഓക്കെ, ആ ഫോക്കസ്ഡ് ഏരിയ എപ്പോഴും പ്രഡിക്റ്റബിൾ ആക്ഷനിലാണ് നിൽക്കുന്നത്. എല്ലാ എക്സാമിനും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ വരും. ക്ലിയർ ആണെന്നുണ്ടോ? ചില കൂട്ടരുണ്ട് ഈ അൺപ്രഡിക്റ്റബിൾ സോണിൽ നിൽക്കുന്നത്.
മക്കളെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ ഇങ്ങനെ അങ്ങ് പോവല്ലോ, നിങ്ങൾ എൻ്റെ കൂടെ ഒപ്പം ഉണ്ടല്ലോ, ക്ലിയർ അല്ലേ? എല്ലാവരും ഒപ്പം ഉണ്ടല്ലോടാ, ക്ലിയർ അല്ലേ? ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് കൺവേ ചെയ്യുന്നത് കൃത്യമായി മനസ്സിലാവുന്നുണ്ട് അല്ലെ? എടാ, ഈ അൺപ്രഡിക്റ്റബിൾ സോൺ ഉണ്ട്. സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാമ്പിളിൽ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മൊത്തം മൈൻഡിൽ നിൽക്കുന്ന ഈ അൺപ്രഡിക്റ്റബിൾ സോണാണ്. കാരണം എന്താ? നമ്മൾ ഇതുവരെ കേൾക്കാത്ത കാര്യങ്ങൾ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചോദ്യങ്ങൾ, അത് മാത്രമേ നമ്മുടെ മൈൻഡിലുള്ളൂ. ശരിയല്ലേ? നിങ്ങൾ എക്സാം ഹോളിൽ ഇറങ്ങി വരുമ്പോൾ അങ്ങനെയല്ലേടാ? പെട്ടെന്ന് ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കുന്നത് എന്താ? നമ്മൾ കേൾക്കാത്ത കാര്യങ്ങളായിരിക്കും ആദ്യം സെർച്ച് ചെയ്ത് നോക്കുന്നത്. ശരിയല്ലേ? അപ്പൊ അൺപ്രഡിക്റ്റബിൾ സോണിൽ വലിയൊരു ശതമാനം ആളുകൾ ഇങ്ങനെ കുരുങ്ങിക്കെടുക്കുന്നുണ്ട്. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഈ അൺപ്രഡിക്റ്റബിൾ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ ലോ ചാൻസ് ഓഫ് റിപ്പിറ്റേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ 2025 ചോദിച്ച ഒരു റയർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്, ഓക്കെ, അത് ജൂണിൽ ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ആ കോൺസെപ്റ്റ് ഡിസംബറിൽ ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അതേസമയം ഈ ഫോക്കസ്ഡ് ഏരിയ ആണെങ്കിൽ, പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ വീണ്ടും ചോദിക്കാനുള്ള സാഹചര്യം കൂടുതലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഒരു കാരണവശാലും നമ്മുടെ എല്ലാ തരത്തിലുള്ള ആലോചനയും ഈ അൺപ്രഡിക്റ്റബിൾ സോണിൽ കൊണ്ട് ഇടാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഏതൊരു എക്സാമും ഇവിടെ മുമ്പ് അലൻ സാർ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ കൺട്രോളിലല്ലാത്ത ചില വിഷയങ്ങളുണ്ട്. അതാണ് ഈ പറയുന്നത്. ചില കാര്യങ്ങൾ ഔട്ട് ഓഫ് ദ സിലബസ് എന്ന് വരാം, ചില കാര്യങ്ങൾ സിലബസുമായിട്ട് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഇല്ലാതെ ചോദിക്കാം, ഇൻഡയറക്റ്റ് വേയിലും വരാം. അങ്ങനെ പല രീതിയിലും ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിന്റെ എണ്ണം എന്ന് പറയുന്നത് ഈ പ്രഡിക്റ്റബിളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? വളരെ കുറവാണ്. അതാണ് എക്സാം സ്ട്രാറ്റജി. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. നിങ്ങൾ ഈ പ്രഡിക്റ്റബിൾ സോണിലുള്ള, അതായത് 5 വർഷത്തെ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നിങ്ങൾ സ്റ്റഡി ചെയ്ത് അതിന്റെ PYQ കൃത്യമായിട്ട് ആ ട്രെൻഡ് മനസ്സിലാക്കി, ആ ട്രെൻഡിൽ വരുന്ന കോൺസെപ്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കി, ആ കോൺസെപ്റ്റിന്റെ എല്ലാ തലങ്ങളും എല്ലാ ഡയമെൻഷൻസും പഠിച്ചു പോയി കഴിഞ്ഞാൽ എറൗണ്ട് ഒരു 50 ചോദ്യങ്ങളുടെ അകത്ത് നിങ്ങൾക്ക് ഒരു 40 to 45 ചോദ്യങ്ങളെങ്കിലും കൃത്യമായിട്ട് ഇടപെടാൻ സാധിക്കും. 100% ഉറപ്പാണ്. അതിൻ്റെ അകത്ത് ഒരു തർക്കവുമില്ല. മനസ്സിലാണല്ലോ? ഈ അൺപ്രഡിക്റ്റബിൾ സോൺ, അത് എല്ലാ പരീക്ഷകളിലും അങ്ങനെ ഒരു സോൺ ഉണ്ട്. പക്ഷെ ഏറെക്കുറെ ഇപ്പോൾ ഉള്ള പരീക്ഷകളിൽ അങ്ങനെയുള്ള ചോദ്യങ്ങളുടെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ കൂടുതലാണ്. ശരിയാണോ? ഞാൻ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ പലരും എക്സാം എഴുതിയവരാണ്, കൃത്യമായ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. ഞാൻ പറയുന്നതിന്റെ എന്നോട് യോജിക്കെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തമ്പ് തരാം. ശരിയല്ലേടാ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പറഞ്ഞാൽ ഈ അൺപ്രഡിക്റ്റബിൾ സോണിൽ വരുന്ന ചോദ്യങ്ങളുടെ എണ്ണം വളരെ ചെറുതാണ്. ഉദാഹരണം പറഞ്ഞാൽ ദൂരദർശനിൽ ഒരു ചോദ്യം വന്നു. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണോ? അല്ല, അല്ലെ? നമ്മൾ അത്രയും അധികം പ്രതീക്ഷിക്കപ്പെടുവോ ദൂരദർശനിൽ ഒരു ചോദ്യം വരുമെന്ന്? ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞൊരു യുക്തി മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ ഈ പറയുന്ന ഒരു ട്രെൻഡ് മാറി പാറ്റേൺ മാറി എന്നൊക്കെ പറയുമ്പോൾ ഈ അൺപ്രഡിക്റ്റബിൾ സോണിലുള്ള ചോദ്യങ്ങളുടെ എണ്ണം 1 or 2 കൂടുമ്പോഴാണ് ഈ ട്രെൻഡ് മാറി എന്ന് നിങ്ങൾ പറയുന്നത്. പക്ഷെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഈ പ്രഡിക്റ്റബിൾ സോണിലുള്ള, അതായത് PYQന്റെ കൃത്യമായിട്ടുള്ള റിപ്പീറ്റേഷൻ, കോൺസെപ്റ്റിന്റെ റിപ്പീറ്റേഷൻ കൃത്യമായിട്ട് വരുന്ന ചോദ്യങ്ങൾ വളരെ സേഫ് ആയിട്ട് നിങ്ങൾക്ക് പാസ്സാവുന്ന രീതിയിൽ, ദാറ്റ് മീൻസ് നിങ്ങൾക്ക് JRF ക്വാളിഫൈഡ് ആവുന്ന രീതിയിൽ ചോദ്യങ്ങൾ വളരെ ഭദ്രമായിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് നിലവിൽ 2025 ജൂണിൽ എക്സാം വന്നു അല്ലെ, കഴിഞ്ഞു. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ വിലയിരുത്തേണ്ടത് എന്താണ്? ചില ഏരിയകളിൽ നിന്ന് എക്സാമിന് 1-2 ഏരിയകളിൽ നിന്ന് കയറി വന്നിട്ടുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കാത്ത, അതാണ് അൺപ്രഡിക്റ്റബിൾ എന്ന് പറയുന്നത് അല്ലെ. അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്നതിനപ്പുറത്തേക്ക് ആകെ ഡൗൺ ആയി ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ്, അത്തരത്തിലുള്ള ഒരു വലിയ ഒരു മിഥ്യാധാരണ ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ എക്സാമിനെ കാണേണ്ടത് എപ്പോഴും PYQന്റെ ഫോമിലാണ്. കാരണം പ്രഡിക്റ്റബിൾ ക്വസ്റ്റ്യൻസ് എപ്പോഴാണ് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്തത്? PYQ എന്നാണ്. ഞാൻ പറയുന്നത് ബോധ്യപ്പെടുന്നുണ്ടല്ലോ അല്ലെ? ക്ലിയർ ആണല്ലോ? ഞാൻ പറയുന്നതിന്റെ സാഹചര്യം ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നിങ്ങൾ വളരെ കൃത്യമായിട്ട്, അവിടെ ഞാൻ പറഞ്ഞില്ലേ, AI ആയിക്കോട്ടെ, വേറെ എവിടുത്തെ, അതൊന്നും അല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നമ്മുടെ കൺട്രോളിൽ നമുക്ക് നിർത്താൻ പറ്റുന്ന വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ശരിയാണല്ലോടാ? അല്ലെ? നമുക്കിപ്പോ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് കൃത്യമായിട്ട് 100% ഇങ്ങനെയാണെന്നും നമുക്ക് പറയാൻ പറ്റില്ല. നിലവിലുള്ള എക്സാമിന്റെ കൃത്യമായ പാറ്റേൺ മനസ്സിലാക്കിയിട്ട് ചോദ്യത്തിന്റെ രീതികളും സ്വഭാവവും മനസ്സിലാക്കിക്കൊണ്ട് സിലബസ് നല്ല വൃത്തിയായിട്ട് പഠിക്കുകയും നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുകയും കൃത്യമായി മോക്ക് ടെസ്റ്റുകളുടെ ആത്മവിശ്വാസത്തോടെ പരീക്ഷയ്ക്ക് പോവാം. അത്രയല്ലേ ഉള്ളൂ. അത്രയുമാണല്ലോ ഇതിന്റെ ആകെത്തുക എന്ന് പറയുന്നത് അല്ലെ. മറ്റൊരു തരത്തിലുള്ള സംശയങ്ങളോ മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ നമുക്കില്ല. നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല അല്ലെ. ആസ് എ വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥി എന്നുള്ള രീതിയിൽ നമ്മളെ സംബന്ധിച്ചോളം കൃത്യമായി പഠിക്കുക. അതാണല്ലോ. മറ്റു വിഷയങ്ങളിലേക്കൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത. കിട്ടിയോ?
ഇവിടെ നമ്മൾ നോക്കേണ്ട എന്താണ്, ഇനി ഈ അൺപ്രഡിക്റ്റബിൾ സോൺ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ സോണിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഏരിയ ഏതാണ്? ഇപ്പൊ ഫസ്റ്റ് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ഒരു ഏരിയ. കമ്മ്യൂണിക്കേഷനിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ചോദ്യങ്ങൾ വരാം. എൻവയോൺമെന്റ്, സാധാരണ എൻവയോൺമെന്റ് ഒരു പാറ്റേൺ ഉണ്ട്, അത് വിട്ടിട്ട് ചില ചോദ്യങ്ങൾ കയറി വരാം. ഹയർ എഡ്യൂക്കേഷൻ ആ തരത്തിൽ വരാം. ഇങ്ങനെ സെലക്ടഡ് ആയിട്ടുള്ള ചില ഏരിയകളിൽ നിന്ന് മാത്രമേ ഈ അൺപ്രഡിക്റ്റബിൾ സോണിന്റെ ചോദ്യങ്ങളുടെ എണ്ണം കൂടാറുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, റിസർച്ചിന്റെ പാർട്ടോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ പാർട്ടോ ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ പാർട്ടൊന്നും കറക്റ്റ് ഒരേ ട്രെൻഡ് അല്ലെങ്കിൽ വലിയ വ്യത്യാസങ്ങൾ ഇല്ലാതെ തന്നെ സാധാരണ ഇതിൽ പൊക്കോണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ടോട്ടാലിറ്റിയാണ് പറയുന്നത് കേട്ടോ, ടോട്ടൽ ഫസ്റ്റ് പേപ്പറിന്റെ ഒരു ധാരണയാണ് പറയുന്നത്. ഓക്കെ, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ക്ലിയർ ആണെന്നുണ്ടോ? അപ്പൊ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രഡിക്റ്റബിൾ സോണും അൺപ്രഡിക്റ്റബിൾ സോണും ഉണ്ട്. അങ്ങനെ ഒരു ഡയമെൻഷൻ ഈ നെറ്റിന്റെ PYQ-നുണ്ട്. അപ്പൊ നിങ്ങൾ ലോക്ക് ചെയ്യേണ്ടത് എവിടെയാണ്? പ്രഡിക്റ്റബിൾ സോണിനാണ് ലോക്ക് ചെയ്യേണ്ടത്. പ്രഡിക്റ്റബിൾ സോൺ എന്ന് പറഞ്ഞാൽ ഹൈ ചാൻസ് ഓഫ് റിപ്പീറ്റേഷൻ. 5 വർഷത്തെ PYQ മാത്രം എടുത്ത് പഠിക്കുമ്പോൾ എന്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആ റിസർച്ചിന്റെ പ്രോസസ്സ് കൃത്യമായിട്ട് ചോദിച്ചുകൊണ്ട് വന്നിട്ട്. ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് എപ്പോഴും ചോദിക്കുന്നുണ്ട് അല്ലെ? ക്ലസ്റ്ററും സ്ട്രാറ്റിസ്ഫൈഡ് തമ്മിലുള്ള ഡിഫറൻസ് 1000 വട്ടം ചോദിച്ചു കാണും എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ വിലയിരുത്താൻ സാധിക്കും. ശരിയല്ലേ? ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് ശരിയല്ലേ? അപ്പൊ അത്തരത്തിലുള്ള കോൺസെപ്റ്റ്, അത്തരത്തിലുള്ള PYQ വേണം ഒരു കോമ്പറ്റീറ്റീവ് വേയിൽ നമ്മൾ പഠിക്കാൻ. അതാണ് അവിടെ പറഞ്ഞു വെക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഈ ഒരു സെൻസ് വേണം കേട്ടോ. നമുക്കൊരു പഠിക്കുന്നതിന് മുമ്പ് ആദ്യം വേണ്ടത് എന്താണ്? ടോട്ടാലിറ്റി. ഈ എക്സാമിന്റെ ടോട്ടൽ വശത്തെ പറ്റി ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു വേ ഓഫ് അപ്രോച്ച് നമുക്ക് വളരെ ആവശ്യമാണ്. അവിടുന്ന് ഇവിടുന്ന് അരയും മുറിയും വെച്ചുകൊണ്ട് നമ്മൾ പോകരുത്. ടോട്ടാലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. യെസ്. ഇനി UGC നെറ്റ് എക്സാം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഫസ്റ്റ് പേപ്പർ വെച്ചിട്ടാണ് പറയുന്നത്. നെറ്റ് എക്സാമിന്റെ ഹൃദയം ഏതാണ്? അങ്ങനെ ഒരു ഹൃദയം ഉണ്ട് കേട്ടോ. നെറ്റ് എക്സാമിന് ഒരു ഹൃദയമുണ്ട്. ആ ഹൃദയം ഏതാണ്? റീഡിങ് കോംപ്രഹെൻസീവ് ഡാറ്റ ഇന്റർപ്രിട്ടേഷനാണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ്. ഓക്കെ, പലപ്പോഴും പ്രത്യേകിച്ച് ആർട്സ് സബ്ജക്ട് കൈകാര്യം ചെയ്യുന്ന കുട്ടികളൊക്കെ സ്കിപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. പക്ഷെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പൊ അലൻസാറിന്റെ ഉൾപ്പെടെയുള്ള അധ്യാപകരുടെ, പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരുടെ ക്ലാസ്സുകളൊക്കെ നമ്മുടെ I+ന്റെ ഭാഗമായിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഫസ്റ്റ് പേപ്പർ വളരെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആതിര മിസ് അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട് അല്ലെ? അപ്പൊ അവിടെയൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു സ്ട്രക്ചറൈസ് ചെയ്തിട്ടുള്ള ഒരു ഫോം ഇവിടെ ഉണ്ട്. റീഡിങ് കോംപ്രഹെൻസീവും ഡാറ്റ ഇന്റർപ്രിട്ടേഷനും കൃത്യമാണ്. ഞാൻ അതിനെ ഒന്നും കൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 40 മാർക്കോളം നിങ്ങൾക്ക് ഈ ഏരിയയിൽ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ സത്യം. 40 മാർക്ക് നിങ്ങൾക്കുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഈ പറയുന്ന എന്താണ് ഓൺലൈൻ എക്സാമിന്റെ സ്റ്റാർട്ടിങ്ങിന്റെ ടൈമിലായിരുന്നു ഈ സബ്ജക്റ്റിലും പാസേജ് റീഡിങ്ങിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. ശരിയല്ലടാ? പാസേജ് വായിക്കുന്നു, ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നു. ഓക്കെ, യെസ് അല്ലെ? അതിനു മുമ്പ് നമ്മൾ അത് എവിടെയാ കാണുന്നത്? ഫസ്റ്റ് പേപ്പറിൽ മാത്രമേ ഉള്ളായിരുന്നു. സബ്ജക്റ്റിൽ നമ്മൾ അങ്ങനെ ഒരു അല്ലെ രീതി സ്വഭാവം ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടില്ല. പക്ഷെ അതേ കേസ് എവിടെ വരുന്നു? പേപ്പർ 2-ലും വന്നു. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? പാസേജ് വായിക്കുന്നു, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യുന്നു അല്ലെ? അത് പേപ്പർ 2-ലും നമ്മൾ കാണാൻ തുടങ്ങി അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോ ഈ റീഡിംഗ് കോംപ്രഹെൻഷൻ അല്ലെങ്കിൽ പാസേജ് റീഡിംഗ് തന്നെ ഏകദേശം 15 ചോദ്യങ്ങളോളം നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ? 15 ചോദ്യം എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കണ്ടേ? 15 × 2 അല്ലെ? 2 അതായത് 30 മാർക്കോളം അവിടെ തന്നെ വീണു. ശരിയല്ലേ? ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ ഉറപ്പായിട്ടും 5 ചോദ്യങ്ങളുണ്ടല്ലോ. അപ്പൊ 5 × 2 എത്രയാടാ? 10 മാർക്ക് എന്ന് വെച്ചാൽ ഏകദേശം 40 മാർക്ക് നമുക്ക് ഇവിടെ വീണു. അപ്പൊ അത് ഹൃദയമല്ലേ? അത് ഹൃദയമാണ്. ശരിയല്ലേടാ? അത് ഹൃദയമാണ്. അപ്പൊ ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, റീഡിംഗ് കോംപ്രഹെൻഷൻ ഞാൻ നന്നായിട്ട് പഠിച്ചു. എണ്ണയിട്ട് യന്ത്രം പോലെ കൃത്യമാണ് അല്ലെ? എനിക്ക് അതിന്റെ സ്വഭാവം അറിയാം, അതിന്റെ രീതി അറിയാം. എന്താ നിങ്ങൾ ഓരോന്ന് പഠിക്കുമ്പോഴും അതിന്റെ എന്താണ് നിങ്ങളുടെ ത്രെഡ്, നിങ്ങളുടെ ലിമിറ്റേഷൻ, നിങ്ങളുടെ വീക്ക്നെസ്, ഇത് പഠിക്കുമ്പോഴുണ്ടാകുന്ന വീക്ക്നെസ് എന്താണെന്ന് കൃത്യം മനസ്സിലാക്കണം. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡാറ്റ ഇന്റർപ്രിട്ടേഷനും റീഡിംഗ് കോംപ്രഹെൻസീവും ചെയ്യുമ്പോൾ ഉള്ള നമ്മുടെ പ്രശ്നം എന്താണ്? ടൈമാണ്. ശരിയാണല്ലോടാ? ടൈം അല്ലേ? ടൈമാണ്. ഈ ടൈമിന്റെ പ്രോബ്ലം, കാരണം കൂടുതൽ സമയം എടുക്കുന്നു, മറ്റു വിഷയങ്ങൾ വായിക്കാനോ മനസ്സിലാക്കാനുള്ള ടൈം കിട്ടുന്നില്ല. സോ ഇതാണ് എന്റെ പ്രോബ്ലം. ഏത് പ്രോബ്ലം? റീഡിംഗ് കോംപ്രഹെൻസീവും ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എടുക്കുമ്പോഴുള്ള പ്രോബ്ലം ഇതാണ്. അപ്പൊ ആ പ്രോബ്ലം ഞാൻ എങ്ങനെ ഓവർകം ചെയ്യാം? ആ ഓവർകം ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് പ്രാക്ടീസ് ആണ്. ക്ലിയർ ആണെന്നുണ്ടോ? കൃത്യമായി ഡാറ്റ ഇന്റർപ്രിട്ടേഷനും ഡാറ്റ റീഡിംഗ് കോംപ്രഹെൻസിന്റെ വേ ഓഫ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക. അതാണ് നമ്മൾ കൊടുക്കേണ്ട റെമഡിയൽ ആക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഒരു പ്രോബ്ലം അവിടെ ഉണ്ട്, ഡെഫിനറ്റ് ആയിട്ട് പ്രോബ്ലം അവിടെ ഉണ്ട് അല്ലെ?
ആ പ്രോബ്ലത്തിന് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അവിടെ നമ്മൾ കൊടുക്കേണ്ട എന്താ? പ്രാക്ടീസാ. മനസ്സിലാവുന്നുണ്ടോ? റിസർച്ചിന്റെ സൊല്യൂഷൻ എന്താണ്? കൺസെപ്ഷൻ ക്ലാരിറ്റിയാ. മനസ്സിലാവുന്നുണ്ടോ? റിസർച്ചിന് വേണ്ട ടെക്നിക്കൽ നോളജ് ആവശ്യമുണ്ട്. അപ്പൊ ഓരോ പേപ്പർ പഠിക്കുമ്പോഴും അതിന്റെ പ്രോബ്ലം ഉണ്ട്, അതിന്റെ റെമഡിയൽ ഉണ്ട്. ആ ഒരു ഇന്റർപ്രറ്റീവ് സ്കിൽ സെറ്റിൽ വേണം ഓരോ ഭാഗം പഠിക്കാൻ. അല്ലാതെ ഒരു ഗൈഡ് കിട്ടുന്നു, അവിടെ യൂട്യൂബ് ക്ലാസ് കേൾക്കുന്നു, അത് കേൾക്കുന്നു, ഇതൊന്നും അല്ല ഇതിന്റെ ടോട്ടാലിറ്റി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, നമ്മൾ സോർട്ട് അനാലിസിസ് എന്ന് പറയല്ലോ അല്ലെ? സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെഡ് അല്ലെ? സോർട്ട് അനാലിസിസ് നമ്മൾ എപ്പോഴും പറഞ്ഞതാണ് അല്ലെ? യെസ്, എന്ന് പറഞ്ഞ പോലെ ഓരോ പേപ്പറിലും നിങ്ങൾ സോർട്ട് അനാലിസിസ് ചെയ്യണം. എന്റെ സ്ട്രെങ്ത് എന്താണ്, എന്റെ വീക്ക്നെസ് എന്താണ്, സ്വാഭാവികമായിട്ടും എന്റെ വീക്ക്നെസ് ഞാൻ എങ്ങനെ എന്റെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ള ധാരണ ഓരോ മൊഡ്യൂളിലും വേണം. മനസ്സിലാവുന്നുണ്ടോ? റീഡിംഗ് കോംപ്രിഹെൻഷനും ഡാറ്റ ഇന്റർപ്രിട്ടേഷനും ഹൃദയമാണെന്ന് പറഞ്ഞെങ്കിൽ അത് പഠിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഞാൻ എന്താണ് നേരിടുന്ന പ്രശ്നം എന്താണ്, ടൈം ആണെങ്കിൽ അവിടെ പ്രാക്ടീസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സൊല്യൂഷൻ. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ അതിനെ ജഡ്ജ്മെന്റലായിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അല്ലാതെ ഉഴപ്പരുത് കേട്ടോ, ഉഴപ്പരുത്. തുടക്കം തൊട്ടേ ഇപ്പൊ നമുക്ക് സമയമുണ്ട് അല്ലെ? ഇപ്പൊ തൊട്ടേ നമ്മൾ അതിന് കൃത്യമായ സമയം അലോക്കേറ്റ് ചെയ്ത് കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം? ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ അല്ലെ, എക്സാം ഹോളിൽ ഇരുന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്. എന്തുകൊണ്ടാ? നിങ്ങൾ കൃത്യമായിട്ട് ഈ മേഖലയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു ഭയമുണ്ടോ? ഇല്ല. എന്നാൽ നമുക്ക് നോക്കാം എന്നുള്ളൊരു ആത്മവിശ്വാസം പോലും അവിടെ ജനറേറ്റ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് പറഞ്ഞു വെക്കാനുള്ള കാരണം. അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും ഈ മേഖല സ്കിപ്പ് ചെയ്തത് വളരെ വളരെ ഇമ്പോർട്ടന്റ് കേട്ടോ. യെസ്, ഓക്കെ അല്ലേ? ക്ലിയർ? എടാ, ഞാൻ പറഞ്ഞു പോകുന്നത് എന്റെ കൂടെ നിങ്ങൾക്ക് വരുന്നെങ്കിൽ ഒരു തമ്പ് തരാം കേട്ടോ. യെസ് യെസ്, ക്ലിയർ? നമ്മൾ അങ്ങനെയാണല്ലോ അല്ലെ? യെസ്, ഒരു തമ്പ് തരാം. ഓക്കെ, എന്നെയും കൂടെ നിങ്ങൾക്ക് ചേർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെ, കൂട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു തമ്പ് തരാം. യെസ്, ക്ലിയർ? നമ്മൾ അതിനെ കൃത്യമായി പഠിച്ചു പോകണം കേട്ടോ. അതാണ് അതിന്റെ ഉദ്ദേശിക്കുന്നത്. എടാ, നെറ്റ് ക്വസ്റ്റ്യന്റെ പാറ്റേൺ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഓരോ ക്വസ്റ്റ്യനും ഈ ചോദ്യകർത്താവ് അല്ലെങ്കിൽ ചോദ്യം ഇടുന്ന ആൾ എന്ത് ഇൻഫറൻസ് ആണ് കാണുന്നത്, ആ ക്വസ്റ്റ്യനെ നേരിടാൻ എന്ത് സ്കിൽ സെറ്റ് ആണ് നമുക്ക് വേണ്ടത്, അതിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. അതായത് ഡയറക്റ്റ് MCQ ഉണ്ട്, അതിന് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വേണം. സ്റ്റേറ്റ്മെന്റ് ബേസ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്, അത് ധാരാളം ഉണ്ട്. അപ്പൊ അതിനുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വേണം. അസേഷൻ റീസണിനുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വേണം. മാച്ച് ദ ഫോളോയിനുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വേണം. ക്രോണോളജിക്കൽ ഓർഡറിനുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വേണം. അതായത് എന്തൊക്കെയാണോ ക്വസ്റ്റ്യൻ പാറ്റേൺ, ആ ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ചുള്ള സ്ട്രാറ്റജി വേണം. ഉദാഹരണം പറഞ്ഞാൽ ഡയറക്റ്റ് MCQ ആണ് നമ്മുടെ ചോദ്യം വരുന്നെങ്കിൽ എന്താണ് ഇതുകൊണ്ട് ഇതിന്റെ പർപ്പസ് എന്താണ്? ഡയറക്റ്റ് MCQന്റെ പർപ്പസ് എന്താ? നിങ്ങളുടെ ഫാക്ച്വൽ നോളജ് അറിയാൻ വേണ്ടിയാണ് ഡയറക്റ്റ് MCQ ചോദിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വേണം നിങ്ങളുടെ മെമ്മറി ബേസ് അല്ലെങ്കിൽ റീകോൾ അറിയാൻ വേണ്ടിയാണ് ഈ പറയുന്ന ഡയറക്റ്റ് MCQന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കൺസെപ്ഷൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കാനാണ് ഡയറക്റ്റ് MCQ. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ഏത് രീതിയിലുള്ള സ്കില്ല് വേണം ഇവിടെ മനസ്സിലാക്കാൻ? മെമ്മറി സ്കില്ലാണ് കൂടുതൽ വേണ്ടത്. റീകോൾ എബിലിറ്റി ആണ് നിങ്ങൾക്ക് കൂടുതൽ വേണ്ടത്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതുകൊണ്ടാണ് നമ്മൾ ഇയർ പഠിക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇയർ പഠിക്കാം അല്ലെ, ചോദിക്കാം. ആ ഇയർ പഠിക്കുമ്പോൾ നമ്മുടെ ഈ ഇയറിനോട് കൂടിയോ നമ്മുടെ വീട്ടിലുള്ള ഒരാളുടെ ഇയറിനോട് കൂടിയോ അല്ലെങ്കിൽ ചരിത്രപരമായിട്ടൊരു സംഭവത്തോടുകൂടി നമ്മൾ ആ ഇയറിനെ റിലേറ്റ് ചെയ്യും. ശരിയല്ലേ? അപ്പൊ നമുക്ക് പെട്ടെന്ന് റീകോൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള അല്ലെ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ റീകോള് നമ്മൾ ചെയ്യാൻ നമ്മൾ ആ രീതിയിലുള്ള സ്ട്രാറ്റജികൾ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും ഡയറക്റ്റ് MCQ ഉണ്ട്. ഡയറക്റ്റ് MCQ വരുമ്പോൾ ഉള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്താണ്? നമ്മൾ ഷോർട്ട് നോട്ട് വെച്ചിട്ട് റിവിഷൻ നടത്തണം. ഓക്കെ, നമ്മൾ എന്താണ് ഈ മെമ്മറൈസേഷൻ ആയിട്ടുള്ള പല ടാക്ടികൾ, ഇയർ ബേസ് അല്ലെ, ഫാറ്റ് സ്പേസ്, ഏതെങ്കിലും കമ്മിറ്റികൾ ഉണ്ടെങ്കിൽ അങ്ങനെ, ഓതേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡെയിലി റിവിഷൻസുകളും എന്താണ് പെട്ടെന്നുള്ള കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളും അവിടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് MCQനെ കൃത്യമായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, യെസ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് ബേസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യന്റെ അല്ലെങ്കിൽ ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ് അല്ലെങ്കിൽ പർപ്പസ് എന്താണ്? നിങ്ങളുടെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ കൺസെപ്ഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് സ്കില്ലിനോടൊപ്പം തന്നെ നിങ്ങളുടെ അനലിറ്റിക്കൽ എബിലിറ്റിയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? പരിശോധിക്കപ്പെടുന്നുണ്ട്. അത് അതിന്റെ പർപ്പസ് മനസ്സിലാക്കണം. ക്ലിയർ ആണെന്നുണ്ടോ? അപ്പൊ സ്വാഭാവികമായിട്ടും ഏത് സ്കില്ലാണ് ഇവിടെ വേണ്ടത്? ഇവിടെ കൺസെപ്ഷൻ ക്ലാരിറ്റി ഇമ്പോർട്ടന്റ് ആണ്, ക്രിട്ടിക്കൽ തിങ്കിങ് ഇമ്പോർട്ടന്റ് ആണ്, ലോജിക്കൽ അനാലിസിസ് ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലാണോ? അതുകൊണ്ട് നമ്മൾ ചോദ്യം ഇടുമ്പോൾ എന്താ കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ഇവരുടെ ക്രിട്ടിക്കൽ എബിലിറ്റിയും
റാഷണൽ എബിലിറ്റിയും ലോജിക്കൽ അനാലിസിസും കൂടെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഇടും. അപ്പൊ അതനുസരിച്ച് അവരുടെ ബ്രെയിൻ എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോസസ് അല്ല, ഇത് നിരന്തര പരിശ്രമം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതാണ് നമുക്ക് അവിടെ, ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകേണ്ടതാണ്, പക്ഷെ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. കാരണം നമുക്ക് സമയക്കുറവുണ്ട്, നമുക്ക് 1 മണിക്കൂറിന്റെ സെക്ഷനാണ്. അതുകൊണ്ട് ബാക്കി കണ്ടന്റുകൾ ആദ്രമിസ് അടക്കമുള്ള ഫാക്കൽറ്റികൾ അവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ അടുത്ത അസേഷൻ ആൻഡ് റീസണിന്റെ പ്രത്യേകതയിലേക്ക് വരുവാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഒരു കാര്യം കൂടെ, ജസ്റ്റ് ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിന് എങ്ങനെയാണ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി? അതായത് നമ്മൾ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് കൺവേർട്ട് ചെയ്ത് പഠിക്കണം. മനസ്സിലാണ്ടോ? ഇനി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോകരുത്. കീ വേർഡ്സുകൾ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിന്. ഉദാഹരണം പറഞ്ഞാൽ ഒള്ളി, നോട്ട്, എക്സെപ്റ്റ്, ഓൾ, ഇങ്ങനെയുള്ള ടെക്നിക്കൽ ടേംസ് ഉണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ കീവേഡ്സ്. അപ്പൊ അങ്ങനെ ഒരുപാട് സ്ട്രാറ്റജി ഉണ്ട് ഓരോ ക്വസ്റ്റ്യനും ഡിഫെൻഡ് ചെയ്യാൻ. മനസ്സിലാണ്ടോ? നമ്മൾ പറയുമ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ എല്ലാം ഒരു എലിമിനേഷൻ മെത്തേഡ് മാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അത് അങ്ങനെയല്ല. ഓരോ ചോദ്യത്തിനും ഓരോ പർപ്പസ് ഉണ്ട്. ആ പർപ്പസിന് ഓരോ സ്കിൽ സെറ്റ് ഉണ്ട്. ആ സ്കിൽ സെറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഈ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ബൂസ്റ്റ് ചെയ്തുകൊണ്ട് വരണം. ക്ലിയർ ആണെന്നുണ്ടോ? യെസ്. അവിടെ അതാണ് നമുക്ക് അസേഷൻ റീസണിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഈ അസേഷൻ റീസണിന്റെ അകത്ത് പ്രധാനമായിട്ടുള്ള പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ആണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതാണ്. ഓക്കെ, ഇവാലുവേറ്റ് ദ എക്സ്പ്ലനേഷൻ എബിലിറ്റി, അതാണ് അസേഷൻ റീസണിനകത്ത് പരിശോധിക്കുന്നത്. നമ്മുടെ അനലിറ്റിക്കൽ തിങ്കിങ് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്മെന്റ് വരുന്നു അല്ലെ. അതിന്റെ അകത്ത് ട്രൂത്ത്, അസേഷന്റെ ട്രൂത്ത്, റീസണിന്റെ ട്രൂത്ത് ഒക്കെ ചെക്ക് ചെയ്യാനുള്ള രീതിയാണ് അതിന്റെ പർപ്പസ് വരുന്നത്, അസേഷൻ റീസണിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് വേണ്ടത് എന്താണ്, റിലേഷൻഷിപ്പ് ഐഡന്റിഫിക്കേഷൻ ആണ് പ്രധാനമായിട്ടുള്ള സ്കിൽ എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പുകൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. മനസ്സിലാണ്ടോ? അതോടൊപ്പം തന്നെ അനലിറ്റിക്കൽ റീസണിങ് അസേഷൻ റീസൺ ക്വസ്റ്റിന്റെ സ്കില്ലുകളാണ്. ഈ സ്കിൽ ഉണ്ടെങ്കിലോ നമുക്ക് അസേഷൻ റീസൺ ക്വസ്റ്റ്യൻസുകൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. മനസ്സിലാണ്ടോ? അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ഉള്ള നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം? ഏത് അസേഷൻ റീസൺ ക്വസ്റ്റ്യനുകൾ ഡിഫെൻഡ് ചെയ്യാനുള്ള നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം? വൈ എന്ന ചോദ്യത്തിനും ഞാൻ ആൻസർ ചെയ്യണം. മനസ്സിലാണ്ടോ? അതുപോലെ തന്നെ ലോജിക്കൽ ഇന്റർപ്രിട്ടേഷൻസ് ഞാൻ പഠിക്കണം. കൺസെപ്ഷൽ റീസണിങ് ഞാൻ ഫോക്കസ് ചെയ്യണം. ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്ന അറിയോ, ഈ വൈ എന്നുള്ള ആസ്പെക്റ്റിലാണ് ചോദ്യങ്ങൾ കൂടുതൽ പുഷ് ചെയ്യുന്നത്. അങ്ങനെ പുഷ് ചെയ്യുമ്പോൾ കുട്ടി ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, അസേഷൻ റീസൺ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക, അവൻ പോലും അറിയാണ്ട്. മനസ്സിലാണ്ടോ? അപ്പൊ സ്വാഭാവികമായിട്ടും ഓരോ ചോദ്യത്തിനും പർപ്പസ് ഉണ്ട്, അതിന് വേണ്ട സ്കില്ലുകളുണ്ട്, അതിന് വേണ്ട പ്രിപ്പറേഷൻ സ്ട്രാറ്റജികളുണ്ട്. ഓക്കെ, ഇനി മാച്ച് ദ ഫോളോയിന്റെ പ്രത്യേകത എന്താണ്, അതിന്റെ പർപ്പസ് എന്താ? അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് അസോസിയേഷൻ ബിറ്റ്വീൻ കൺസെപ്റ്റ്, അതാണ് ടെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അതായത് 2 കൺസെപ്റ്റുകൾ തമ്മിലുള്ള അസോസിയേഷൻ. ഓക്കെ, ഇന്റിഗ്രേറ്റഡ് ലേണിംഗ് അത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. എവിടെ? ഈ പറയുന്ന മാച്ച് ദ ഫോളോയിന്റെ അകത്ത്. കിട്ടിയോ? അപ്പൊ അത്തരത്തിലുള്ള പർപ്പസ് ആണ് മാച്ച് ദ ഫോളോയിങ് വരുന്നത്. അപ്പൊ നമ്മുടെ ഏത് സ്കില്ലാണ് ഇവിടെ വേണ്ടത്? അസോസിയേറ്റ് മെമ്മറി സ്കില്ലുകൾ വേണം. അസോസിയേറ്റ് ചെയ്ത് പഠിക്കണം. കൺസെപ്റ്റ് നമ്മൾ ലിങ്ക് ചെയ്ത് പഠിക്കണം. നമ്മൾ കൺസെപ്റ്റ് മാപ്പ് ഒക്കെ പഠിക്കാറുണ്ട് അല്ലെ. അതുപോലെ കൺസെപ്റ്റ് ലിങ്ക് ചെയ്ത് പഠിക്കണം. കമ്പാരിറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ചെയ്ത് പഠിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ വിഷ്വൽ മെമ്മറി വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിഷ്വൽ മെമ്മറി. അപ്പൊ ഈ തരത്തിലുള്ള സ്കിൽ സെറ്റ് മാച്ച് ദ ഫോളോയിങ്ങിന് ആവശ്യമുണ്ട്. അപ്പൊ നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെ വേണം? നമ്മുടെ മൈൻഡ് മാപ്പ് അതനുസരിച്ച് ക്രിയേറ്റ് ചെയ്യണം അല്ലെ. ചില പടത്തിലൊക്കെ ചില നായകന്മാർ പെട്ടെന്ന് മൈൻഡ് മാപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്യില്ലേ എന്ന് പറഞ്ഞാല് ഒരു മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യണം. മനസ്സിലാണ്ടോ? ഇവിടെ നമുക്ക് തിയറിറ്റിക്കൽ ആസ്പെക്ട്, തിയറിറ്റിക്കൽ ഫോമിലുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ചാർട്ട് വേസുകൾ, ടേബിൾ വേസുകളൊക്കെ നമ്മൾ പഠിച്ചു പോകുന്നത് മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്രോണോളജിക്കൽ ഓർഡർ, അവിടെ എന്താണ്? സീക്വൻസ് ഓഫ് നോളജ് ആണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. സീക്വൻസ് ഓഫ് നോളജ്, ഇതാണ് ഇതിന്റെ പർപ്പസ്. ഓക്കെ, അതിന്റെ അല്ലെങ്കിൽ പ്രോസസ് അണ്ടർസ്റ്റാൻഡിങ്, ഇതൊക്കെ അതിന്റെ പർപ്പസ് ആയിട്ട് വരുന്ന ഏതാ? ക്രോണോളജിക്കൽ ഓർഡറിന്റെ കേട്ടോ. അപ്പൊ പ്രൊസീജിയറൽ ലേണിംഗ് മെഷർ ചെയ്യാനാണ് ക്രോണോളജിക്കൽ ഓർഡറിലുള്ള ക്വസ്റ്റ്യൻസുകളുടെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനുള്ള സ്കിൽ എന്താണ്? അവിടെ ടൈം ലൈൻ മെമ്മറി വേണം. ലോജിക്കൽ ഓർഡറിങ് സ്കില്ലുകൾ വേണം. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ഒരു എന്താണ് ഇപ്പൊ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ കമ്മിറ്റീസ് ഒക്കെ പഠിക്കുന്നുണ്ട്, അതിന്റെ ഇയറുകൾ പഠിക്കുന്നുണ്ട്, തിയറികളുടെ ഇയറുകളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ പഠിച്ചതിന് ശേഷം അതിനൊന്ന് ഓർഡർ ചെയ്യും.
മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ ഈ പറയുന്ന സ്കില്ലുകൾ നമ്മൾ എന്ത് ചെയ്യും, ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഞാൻ വളരെ സമയത്തിന്റെ ഒരു കുറവുകൊണ്ട് വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് പോകുന്നില്ല. പക്ഷെ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് ഓരോ ഡിമാൻഡിങ് ഫോമിനെ എങ്ങനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇടപെടാൻ പറ്റും, കുട്ടികൾ പോലും അറിയാണ്ട് ഈ തരത്തിലുള്ള പ്രാക്ടീസ് ആണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ചെയ്യുന്നത്. മനസ്സിലാണ്ടോ? വെറുതെ ഒരു MCQ എടുക്കുന്നു പോകുന്നുമല്ല. നമ്മൾ അവിടെ നോക്കുമ്പോൾ ഈ എപ്പോഴും പഠിക്കുന്നത് എങ്ങനെയാണ്, ഒരു കുട്ടിയുടെ ക്വസ്റ്റ്യൻ നമ്മൾ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അനാലിസിസ് നടത്തും. അപ്പൊ അനാലിസിസ് നടത്തുമ്പോൾ നമ്മൾ അവിടെ കൃത്യമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ ഈ കുട്ടി എത്രത്തോളം കയറുന്നുണ്ട്, അസേഷൻ റീസൺ വരുമ്പോൾ എന്തുകൊണ്ട് ബാക്ക്വേർഡ് പോകുന്നു, അപ്പൊ അത് കൃത്യമായിട്ട് കാണുകയും കൃത്യമായിട്ട് ഡയറക്ഷൻ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റ് ചെയ്യുകയും പോവുകയും ചെയ്യും. അങ്ങനെ വരുമ്പം ഈ കുട്ടിക്ക് ഒരു 3-4 മാസം കൊണ്ട് വെൽ ട്രെയിൻഡ് ആയിട്ടാണ് എക്സാമിലേക്ക് പോകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതാണ് നമ്മൾ ഇവിടെ നിന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി പോകേണ്ട ആശയം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, സമയക്കുറവുണ്ടാട്ടോ, വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് പോകേണ്ട 1-2 കാര്യങ്ങളുണ്ട്. യെസ്, അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാണ്. ഇനി എന്താണ് 2025 കട്ട് ഓഫ് എനിക്ക് തോന്നുന്നു കട്ട് ഓഫുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു 10, 15, 20 വീഡിയോ എങ്കിലും ഇതിനോടൊക്കെ പല ചാനലുകളിൽ ഇറങ്ങിയിട്ടുണ്ടാവും. കട്ട് ഓഫിനെ പറ്റിയൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് നമുക്ക് എന്ത് വേണം, ഒരു ടെന്റേറ്റീവ് ആൻസർ കീ ഒക്കെ വരാതെ നമുക്ക് കട്ട് ഓഫ് കൃത്യമായിട്ട് പ്രഡിക്ഷൻ ഒന്നും നടക്കുന്ന കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒച്ചപ്പാടിലേക്ക് ബഹളിലേക്ക് നിങ്ങൾ പോകണ്ട കേട്ടോ. നിങ്ങൾ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വേ ഓഫ് അപ്രോച്ചിലേക്ക് മാത്രം പോയാൽ മതി കേട്ടോ. ഇത് നമ്മൾ ഡിസംബർ 2025 ഒഫീഷ്യൽ ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള എന്താണ് അൺറിസർവ്ഡ് കാറ്റഗറിയിലുള്ള JRF കട്ട് ഓഫ് മാർക്കാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ 234 സൈക്കോളജിക്ക് വന്നിട്ടുണ്ട്, എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജി 232 വന്നിട്ടുണ്ട്. അങ്ങനെയാണ് അതിന്റെ കട്ട് ഓഫ് മാർക്ക്. അപ്പൊ ഈ കട്ട് ഓഫ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ എക്സാമിനെ നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യും. അതായത് ഞാൻ മിഷൻ UGC നെറ്റ് 2026 ആണല്ലോ നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ നമ്മുടെ ഒരു കട്ട് ഓഫ്, നമ്മുടെ ടാർഗറ്റ് കട്ട് ഓഫ് എന്ന് പറയുന്നത് എനിക്ക് 240-നും 245-നും ഇടയ്ക്കൊരു മാർക്ക് വേണം. ഓക്കെ, അതാണ് എന്റെ എന്താണ് ഒരു എയിം എന്ന് പറയുന്നത്, എന്റെ ഒരു മിഷൻ എന്ന് പറയുന്നതാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. യെസ്, നമ്മള് ഒരു കാര്യം കൂടെ നിങ്ങളോട് അതിനോട് ചേർത്ത് വെച്ച് പറയാം. 2019 തൊട്ട് 2026 വരെയുള്ള നെറ്റ് എക്സാമിന്റെ ഈ പറയുന്ന കട്ട് ഓഫുകൾ എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന എന്താണ്, ഓവറോൾ ഒരു അപ്വേർഡ് ട്രെൻഡ് ആണ്. മനസ്സിലാണ്ടോ? 2019-ഉം 2026-ഉം തമ്മിലുള്ള കട്ട് ഓഫ് മാർക്ക് ഏകദേശം 56 മാർക്കിന്റെ ഗ്രോത്ത് ആണ് ഉണ്ടായിരിക്കുന്നത്. മനസ്സിലാണ്ടോ? 2019-ന്ന് 2026-ലേക്ക് വരുമ്പോൾ 56 മാർക്കിന്റെ ഇൻക്രീസ് കട്ട് ഓഫിൽ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? നിങ്ങൾ ആലോചിക്കുന്നത് 2019-ന്റെ ഒരു സാമൂഹിക സാഹചര്യമല്ല നമുക്ക് ഇന്നുള്ളത് അല്ലെ. ഇന്ന് ഒരുപാട് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട്. ഓക്കെ, കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്ന സ്ട്രക്ചർഡ് ആയിട്ട് കൃത്യമായിട്ടുള്ള ഒരു മെക്കാനിസം അതിനകത്തുണ്ട്, കൃത്യമായിട്ടുള്ള ഓർഗനൈസ്ഡ് വേ ഓഫ് സ്ട്രാറ്റജി അവിടെ ഉണ്ട്. അങ്ങനെ പോകുന്ന പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം ക്രമാതീതമായി കൂടി വരിക എന്ന് പറഞ്ഞാൽ, കുറച്ചും കൂടെ ലളിതമായിട്ട് പറഞ്ഞാൽ, പഠിക്കുന്ന പിള്ളേരെല്ലാം കൃത്യമായി കോച്ചിങ് എടുത്താണ് എക്സാമിന് പോകുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ പഠിക്കുന്ന പോലെയാണല്ലോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയും കൂടെ ബേസ് ചെയ്ത് പഠിക്കുമ്പോൾ എത്രമാത്രം ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ടീമിന്റെ ഒരു സപ്പോർട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മെക്കാനിസം നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണ് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി. അപ്പൊ അങ്ങനെ പോകുന്ന ഒരു കുട്ടികളെ സംബന്ധിച്ചോളം കോമ്പറ്റീഷൻ, അവർ കൊടുക്കുന്ന കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള, അതായത് കോച്ചിങ് എടുത്തു പോകുന്ന കുട്ടികളുടെ എണ്ണം കൂടി വന്നു. അതുകൊണ്ടാണ് കട്ട് ഓഫ് ഇത്രയും കയറാൻ സാധ്യത. അങ്ങനെയാണ് കട്ട് ഓഫ് ഇത്രമാത്രം കയറിയത്. മനസ്സിലാവുണ്ടോ? അപ്പൊ കോച്ച് ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് എടുത്ത് പോകുന്ന കുട്ടികളുടെ എണ്ണം, PYQകൾ ഡിസ്കസ് ചെയ്യുന്നു, കൃത്യമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ എടുക്കുന്നു, എന്താണ് റെമഡിയൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ കൃത്യമായിട്ട് കിട്ടുന്നു. അങ്ങനെ വളരെ കോൺഫിഡൻസ് ആയിട്ട് എക്സാമിന് പോകുന്ന കുട്ടികളുടെ എണ്ണം ഈ കോച്ചിങ് സെന്ററിൽ കൃത്യമായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ കോച്ചിങ് എടുത്തു പോകുന്ന കുട്ടികൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ കോമ്പറ്റീഷൻ കൃത്യമായിട്ട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കട്ട് ഓഫ് വളരെ കൃത്യമായിട്ട് കൂടി പോകുന്നതെന്നുള്ളതാണ് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. ക്ലിയർ ആണെന്നുണ്ടോ? അതേസമയം 2019 മുമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോച്ചിങ് സെന്ററുകളൊക്കെ വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഉള്ള 1-2 കോച്ചിങ് സെന്ററുകളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് കോമ്പറ്റീറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വലിയ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കോമ്പറ്റൻസ് കിട്ടത്തില്ല. എല്ലാവരും ലൈബ്രറിയിലൊക്കെ പോയി പഠിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത്. കോച്ചിങ് സെന്ററിൽ കൃത്യമായിട്ട് ക്ലാസ് എടുത്ത് അല്ലെങ്കിൽ ക്ലാസ്സിൽ പോയി, അത് ഓഫ്ലൈൻ ആയിക്കോട്ടെ ഓൺലൈൻ ആയിക്കോട്ടെ, കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകുന്നവരുടെ എണ്ണം കൂടുന്നതുകൊണ്ടാണ് കട്ട് ഓഫ് അവിടെ ഉയരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, യെസ്. ഇനി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പലരും എക്സാം ഒക്കെ എഴുതിയിട്ട് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ, ചിലർ JRF കിട്ടുമോ,
അല്ലെങ്കിൽ നെറ്റ് കിട്ടുമോ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന കുറെ ആളുകളുണ്ട്. ഓക്കെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു എക്സാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു പ്രശ്നം എന്താണ്? പോസ്റ്റ് എക്സാം ആൻസൈറ്റി ആണ് അല്ലെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ആ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് സംഭവം? നമുക്കറിയാം, ഒരു എക്സാം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ നിയന്ത്രണത്തിൽ വല്ലതും ഉണ്ടോ? ഒരു കാര്യമില്ല. ചോദ്യ പേപ്പർ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഉത്തരങ്ങൾ നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇനി മാർക്കിൽ എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഒന്നും കൊടുക്കാൻ പറ്റില്ല. മനസ്സിലായത്? പക്ഷെ മനസ്സെന്ത് ചെയ്യുന്നില്ല, ആ പരീക്ഷയിൽ നിന്ന് പുറത്തോട്ട് വരുന്നില്ല. അതാണ് പോസ്റ്റ് എക്സാം ആൻസൈറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്താ പ്രശ്നം? നിങ്ങളൊരു ഭയം ഉണ്ടാകും, ഒരു സംശയം ഉണ്ടാകും, അമിതമായ ഒരു സമ്മർദ്ദം ഉണ്ടാകും. ഇതൊന്നും വേണ്ട. എക്സാം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു, അവിടെ തീർന്നു. വേറെ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു പലതരത്തിലുള്ള യൂട്യൂബ് റിവ്യൂസ്, എനിക്ക് 3-4 വീഡിയോകൾ നമ്മൾ കാണുന്നു. എക്സാം ക്യാൻസൽ ആക്കുമോ, ഓക്കെ, അതല്ലെങ്കിൽ കട്ട് ഓഫ് മാർക്ക് ഉയരുമോ, അല്ലെങ്കിൽ കട്ട് ഓഫ് മാർക്ക് താഴെ പോവോ? ഇതൊക്കെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും 100%? എക്സാം ക്യാൻസൽ ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും ആർക്കും നമുക്കാണോ പറയാൻ പറ്റുന്നത്? അതിന്റെ ഒഫീഷ്യൽ ഏജൻസി ഇല്ലേ? ഗവൺമെന്റ് ഒഫീഷ്യൽ ഏജൻസി ഉണ്ട്. നമ്മളെ സംബന്ധിച്ചോളം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോവാം, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ട്വീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എടുക്കുക. ഇതല്ലാത്ത ഒരു ഒഫീഷ്യൽ ഇൻഫർമേഷൻ നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് എങ്ങനെ പറയാൻ പറ്റുന്നത് അല്ലെ? അപ്പൊ അനാവശ്യമായിട്ടുള്ള എന്താണ് ഈ പറയുന്ന പലതരത്തിലുള്ള റിവ്യൂസിലേക്ക് പോകാതെ നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കൃത്യമായിട്ട് അറിയാലോ. ഞാൻ ഈ എക്സാം എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അല്ലെ, നമ്മൾ ഈ പറഞ്ഞ സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ മോക്ക് ടെസ്റ്റുകളിലൊക്കെ കുറച്ച് പോരായ്മ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് നോക്കാൻ പറ്റിയില്ല. നമ്മൾ അവിടെ സമ്മതിക്കണമെന്നേ. നമ്മൾ ഒരു എക്സ്ക്യൂസിന്റെ പുറകെ പോകണ്ട, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്നേ, അംഗീകരിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത പരീക്ഷയ്ക്ക് പോകണം. നിങ്ങളൊരു എക്സാം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഒറ്റ കാര്യം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. എന്താണ്? അടുത്ത എക്സാമിന്റെ പ്രിപ്പറേഷൻ, അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. വേറെ എക്സാമിന് എഴുതിയ മാർക്കോ കഴിഞ്ഞ സമയങ്ങളോ ഒന്നും നിങ്ങളുടെ കയ്യിലല്ല, അതെല്ലാം കഴിഞ്ഞു പോയി. പക്ഷെ വരാൻ പോകുന്ന എക്സാമിന്റെ പ്രിപ്പറേഷൻ അത് നിങ്ങളുടെ കയ്യിലാണ്, അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പലതരത്തിലുള്ള റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രെസ്ഫുൾ ആകുന്ന പല ഇൻഫർമേഷൻ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് കേൾക്കണം. അതൊക്കെ വിട്ടേക്കുക. നിങ്ങളെ തന്നെ ബിലീവ് ചെയ്യുക. നിങ്ങൾ കുറച്ചും കൂടെ ഉത്തരവാദിത്വമുള്ളവരായി മാറുക. നമ്മൾ ഇത്രയൊക്കെ പഠിച്ചിട്ട് അല്ലെ, നമ്മൾ നമ്മൾ എംകോം വരെ പഠിച്ച് ഇത്രയധികം ക്വാളിഫിക്കേഷൻസ് എല്ലാം കഴിഞ്ഞിട്ട് എക്സാം ക്യാൻസൽ ആവോ ഇല്ലയോ അങ്ങനൊരു വീഡിയോയിലേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? കാരണം എന്താ? നമ്മൾ വെറുതെ ടെൻഷൻ ആവുമല്ലേ. ക്യാൻസൽ ചെയ്യുകയോ ഇല്ലയോ എന്നൊക്കെ ഒഫീഷ്യലായിട്ട് നമ്മൾ അറിയുമ്പോഴോ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇപ്പം I+ന്റെ ഭാഗത്തൊന്നും ആയിട്ട് സംസാരിക്കുകയല്ലോ കേട്ടോ. നിങ്ങൾ നമ്മുടെ ചാനലെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. കഴിഞ്ഞ കാലം തൊട്ടേ നമ്മൾ പോകുന്ന എന്താണ്? കൃത്യമായിട്ട് ഒരു എക്സാം കഴിയുന്നു, പേപ്പർ 1ന്റെ എല്ലാം കൃത്യമായിട്ടുള്ള അനാലിസിസ് വീഡിയോകൾ പോകുന്നുണ്ടായിരുന്നു. അത് അടുത്ത എക്സാമിലുള്ള കുട്ടികൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് അനാലിസിസ്. എങ്ങനെയാണ് അതിന്റെ ടോട്ടാലിറ്റി, ഏത് രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ എന്താണ്, പിന്നെ ഇപ്പൊ ഒരു ഓറിയന്റേഷൻ ആണ് നമ്മൾ കൊടുത്തത്. ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്ന എന്താണ്? ഇതിന്റെ ഒരു ആൻസർ കീ, ഒരു ടെന്റേറ്റീവ് ആൻസർ കീ വരുമ്പം ആൻസർ കീയായിട്ട് ഒരു അനാലിസിസ് ഉണ്ടാവും. ഓക്കെ, അനാലിസിസ് ഉണ്ടാവും. അതിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ടോട്ടൽ ആയിട്ടുള്ള എക്സാമിന്റെ കൃത്യമായിട്ടുള്ള, ഇപ്പൊ നമുക്ക് മെമ്മറി ബേസ് പറയാൻ പറ്റുള്ളൂ. കാരണം ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലല്ലോ. ആളുകളുടെ ഓർമ്മയിലുള്ള, കുട്ടികളുടെ ഓർമ്മയിൽ അവരുടെ ഫീഡ്ബാക്ക് എടുത്ത കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്ത് ആ ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് പറയാം. അപ്പൊ നമുക്ക് കൃത്യമായിട്ടുള്ള ടെന്റേറ്റീവ് ആൻസർ കീ കിട്ടി കഴിയുമ്പോൾ കൃത്യമായിട്ട് നമുക്കത് പറയാൻ പറ്റും. അവിടെ ഒരു അനാലിസിസ് കൊടുത്തുകൊണ്ട് അവിടെ എന്താണ് ഒരു ഗ്യാപ്പ്, ആ ഗ്യാപ്പും കൂടെ കൃത്യമായിട്ട് സോൾവ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു കൊമേഴ്സ് അധ്യാപനം എന്ന നിലയ്ക്ക് തന്നെ കൊമേഴ്സിലാക്കിയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ തവണ ഒരു ആൻസർ കീ നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അനാലിസിസ് ഉണ്ടായി. ആ അനാലിസിസിന് ശേഷം നമ്മൾ എന്താണ് രാവിലെ ഹലോ മോർണിംഗ് എന്ന് പറഞ്ഞത് പ്രത്യേക ബാച്ചുകൾ ഉണ്ടായിരുന്നു. അവിടെ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. അവിടെ മാരത്തോൺ സെക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എക്സാം എങ്ങനെ എഴുതാം, എക്സാമുമായിട്ട് ബന്ധപ്പെടുന്ന ഡിഫറെന്റ് സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു കുട്ടിയെ പോലും സ്ട്രെസ്ഫുൾ ആക്കുന്ന, ഒരു കുട്ടികളെ പോലും പാനിക് ആക്കുന്ന ഒരു കണ്ടന്റ് പോലും നമ്മൾ കൊടുത്തില്ല എന്നുള്ളത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ ഒരു സമയത്ത് നമ്മൾ അതിനകത്ത് ഒരു അഭിമാനം കൊള്ളുന്നുമുണ്ട് കേട്ടോ. കാരണം വേറെ അനാവശ്യമായിട്ട് കുട്ടികളെ ഭയപ്പെടുത്തുവാണ്. ഓക്കെ, അതിന്റെ ആവശ്യമൊന്നുമില്ല. മനസ്സിലാണ്ട് ഒഫീഷ്യലായിട്ട് ഒരു എക്സാം ക്യാൻസൽ ചെയ്യില്ലെന്നൊക്കെ ആരൊക്കെയാണ് കിട്ടുന്ന ഇൻഫർമേഷൻ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അത് ND ആണല്ലോ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പൊ അവരാണല്ലോ അതിന്റെ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ കിട്ടുന്ന കാര്യങ്ങളല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ വിദ്യാഭ്യാസമുള്ള കുട്ടികളാണ്. ആ തരത്തിൽ നമ്മൾ ഇതിനോടെല്ലാം ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ്
അവിടെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പൊ മക്കളെ വെറുതെ എന്താണ് ഈ പറയുന്ന പ്രശ്നങ്ങളിലേക്ക് ഒന്നും പോകാതെ ബി കോൺഫിഡന്റ്, ബി സ്ട്രോങ്, ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾക്ക് മാത്രമേ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്ന ഓക്കെ. യെസ്, അലൻ സാറിനോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആൾക്കൊക്കെ കുറച്ച് സമയങ്ങൾ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളെ പെർമനന്റ്ലി എപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഏറ്റവും കരുത്തുള്ളവരാകുക, ജീവിതത്തിനും സമൂഹത്തിനും ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കുക. അതൊക്കെയാണ് നമ്മുടെ ഒരു ലക്ഷ്യബോധം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ UGC NET ഡിസംബർ 2026 എക്സാമിനേഷൻ. താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ആതിര മിസ്സിനെ അടുത്ത സെക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. അപ്പോ ഹാപ്പി ആയിട്ടിരിക്കുമല്ലേ എല്ലാവരും? അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അല്ലെ, നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുവാണെങ്കിലും എന്ത് തന്നെ ആയാലും നമുക്ക് എന്താണ്, നമ്മള് ഹാപ്പി ആണോ എന്നുള്ളതാണ് പ്രൈം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് വിഷ്ണു സാർ ഒത്തിരി അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ അതില് ഞാനിപ്പോ നിങ്ങളോട് പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണേ, അതായത് നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ, കറന്റ് പ്രിപ്പറേഷൻ നിങ്ങൾ ഒരു 1 വേർഡിൽ നിങ്ങളോടൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? കൺഫ്യൂസ്ഡ് ആണോ, എക്സൈറ്റഡ് ആണോ, ഹോപ്പ്ഫുൾ ആണോ, എന്ത് പറയും? ഒന്ന് ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യണേ. ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഓക്കെ ഓക്കെ, ഹോപ്പ്ഫുള്ളും കൺഫ്യൂസ്ഡും മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതുവരെയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? ഒരു തംസപ്പോ അല്ലെങ്കിൽ ഒന്ന് എസ് എന്നെന്തെങ്കിലും പറഞ്ഞാൽ മതി. അതായത് മുന്നേ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് കഴിഞ്ഞു, ഇപ്പോ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? ഓക്കെ, റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോ ഈ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരോട് ആദ്യമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങള് ഒന്നാമത് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഇത് ഗിവ് അപ്പ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമാണ് അല്ലെ. നമുക്ക് വളരെ ഈസിയാണ്, നമ്മൾ 1 or 2 അറ്റംപ്റ്റിൽ അല്ലെങ്കിൽ 3 or 4 അറ്റംപ്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മൈൻഡ് ഗിവ് അപ്പ് ചെയ്താലോ എന്നൊക്കെ തോന്നുമെങ്കിലും നിങ്ങൾ അത് ഗിവ് അപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി. അതിൽ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുവാണ്. ആൻഡ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ഇതിന് പൊട്ടൻഷ്യൽ ഇല്ലാത്ത ആൾക്കാരാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോടാ? ഇത് ക്ലിയർ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ എനിക്കില്ല എന്ന് തോന്നുന്ന ആൾക്കാരാണോ? ഒരിക്കലും ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെയും നിങ്ങൾക്കൊരു സെൽഫ് ഡൗട്ടും ഇല്ല. അപ്പൊ പിന്നെ എവിടെയാ പാളിപ്പോയെന്നൊന്ന് കണ്ടുപിടിക്കുക. അതായത് ഇപ്പൊ നിങ്ങൾ ഒരു 3 or 4 അറ്റംപ്റ്റ് ആയി, പക്ഷെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ആ 3 or 4 അറ്റംപ്റ്റ്സിനെടുത്ത സെയിം സ്ട്രാറ്റജി അടുത്ത സൈക്കിളിനും എടുത്തിട്ട് പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടാണ് നമുക്ക് കിട്ടാതെ പോയത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രാറ്റജി ചെറുതായിട്ടൊന്ന് മാറ്റിപ്പിടിക്കണം അല്ലെ. അപ്പൊ അതാണ് നമ്മുടെ ആദ്യത്തെ ഫോക്കസ് എന്ന് പറയാ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്നും എന്ത് ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടത്. അപ്പൊ ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നതെല്ലാം നോർമലി നമ്മൾ വരുത്താൻ സാധ്യതയുള്ള മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്, ഈ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ വരുത്താൻ സാധ്യതയുള്ള മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്, അതെങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളതാ പറഞ്ഞു തരുന്നത്. അപ്പൊ കുറച്ചു നേരം എന്നോടൊപ്പം നിൽക്കൂലേ? ഓക്കെ ഫൈൻ. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചൂസ് ദ റൈറ്റ് ഡയറക്ഷൻ. നമ്മൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇന്ന് തീരുമാനിക്കുകയാണ് പ്രിപ്പയർ ചെയ്യുന്നു, ഉടനെ പോയി ഒരു സ്റ്റോറി പോയി ഒരു ഗൈഡ് മേടിക്കുന്നു, 1ാമത്തെ പേജ് തൊട്ട് ഒരു 10,000 പേജുള്ള ബുക്കൊക്കെ ആയിരിക്കും, 1ാമത്തെ പേജ് തൊട്ട് ഇരുന്ന് വായിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ടോ? എത്ര നേരം വേണമെങ്കിലും നിൽക്കാം. ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ഡിറ്റർമിനേഷൻ ആണ് നമുക്ക് വേണ്ടത് ഫസീല. ഓക്കെ, അങ്ങനെ നിങ്ങൾ കുറെ ഗൈഡ് മേടിച്ച് വായിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ആദ്യം എക്സാമിന്റെ ഡിമാൻഡ് അറിയുക. എന്താണ് ഈ എക്സാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് അവര് നിങ്ങളിൽ ചെക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ എന്നാണ് എക്സാമിനർ നോക്കുന്നത്. ഈ എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണ്, ഈ എക്സാമിന് എങ്ങനെയാ ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. അതാണ് ചൂസ് ദ റൈറ്റ് ഡയറക്ഷൻ എന്ന് പറയുക. നമ്മൾ കൃത്യമായിട്ട് എക്സാമിന് ആവശ്യമുള്ളത് എന്തോ അത് പഠിക്കുക, അതായത് ഡിമാൻഡ് അനുസരിച്ചിട്ട് പഠിക്കുക എന്നുള്ളതാണ് 1ാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോ ഈ എല്ലാവരും പറയും ഹാർഡ് വർക്ക് ചെയ്യണം. അങ്ങനെയല്ല, സ്മാർട്ട് വർക്ക് ചെയ്യുക. സ്മാർട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ,
ചില ആൾക്കാർ ഇപ്പോ നമ്മളുടെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്, മിസ് എത്ര നേരം പഠിക്കണം? 12 മണിക്കൂർ പഠിച്ചാൽ മതിയോ? 15 മണിക്കൂർ പഠിച്ചാൽ മതിയാവോ? ഇനി 2 മണിക്കൂർ പഠിച്ചാൽ ഇത് കിട്ടുമോ? ശരിക്കും ഈ എത്ര മണിക്കൂർ പഠിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം. നിങ്ങൾ ഈവൻ ഇഫ് പഠിക്കുന്നത് ഒരു 1 അവർ ആണെങ്കിലും അതിനകത്തുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് ആ കാര്യങ്ങളിൽ നിന്ന്, ആ ഒരു ടോപ്പിക്കിൽ നിന്ന്, ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ ഈ സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഈ പറഞ്ഞ പോലെ വെറുതെ റാൻഡമായിട്ട് എന്തെങ്കിലും ഒക്കെ വായിച്ചു പോവുകയല്ല. നമ്മൾ എക്സാമിന്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയാം. അപ്പൊ അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾ വരുത്താൻ സാധ്യതയുള്ള ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പേപ്പർ 1. സോ പേപ്പർ 1 എല്ലാവരും കാണുമ്പോൾ നമുക്ക് സബ്ജക്ട് പേപ്പറിനോട് നമുക്കൊരു ഇഷ്ടം ഉണ്ടാവും. കാരണം കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഈ സബ്ജക്റ്റുമായിട്ട് ടച്ചിലിരിക്കുന്ന ആൾക്കാരാ. അപ്പം സബ്ജക്റ്റിൽ എന്തൊക്കെയോ നമുക്കറിയാം. പേപ്പർ 1 നോക്കുമ്പോൾ നമ്മൾ ഇതുവരെ കാണാത്തൊരു പേപ്പറാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ ടീച്ചിങ്, റിസർച്ച്, റീഡിംഗ് കോംപ്രിഹെൻഷൻ, കൊള്ളാം, ഇതൊക്കെ വളരെ നിസ്സാരമല്ലേ എന്ന് നമുക്ക് തോന്നും, ഇല്ലേ? നമ്മൾ മറ്റേ കരിക്കിലൊക്കെ പറയുന്ന പോലെ നിസ്സാരം എന്നൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ തോന്നുന്ന ആൾക്കാരുണ്ടോ? പേപ്പർ 1 ഒക്കെ ചുമ്മാ ഒരാഴ്ചക്ക് മുന്നേ പഠിച്ചാലും മതി. ആദ്യം പേപ്പർ 2 ഫുൾ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വെക്കുന്നു, എന്നിട്ട് പേപ്പർ 1 ലാസ്റ്റ് എക്സാമിന്റെ തലേ ദിവസം പോയി പഠിച്ചാൽ മതി, അല്ലെങ്കിൽ 1 വീക്ക് മുന്നേ പഠിച്ചാൽ മതി. അതാണ് ഫസ്റ്റ് മിസ്റ്റേക്ക്. കാരണം പേപ്പർ 1 അങ്ങനെ ലാസ്റ്റിലേക്ക് മാറ്റി വെക്കാനുള്ള ഒരു കാര്യമല്ല. നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നോ അന്ന് മുതൽ നിങ്ങൾ എന്തും പഠിക്കണം. നിങ്ങളുടെ ഈ ഒരു പേപ്പർ 1 ഫോളോ ചെയ്ത് തന്നെ പോകണം. കാരണം നമുക്ക് ഈ ഇപ്പൊ വിഷ്ണു സാറ് ഇപ്പൊ നിങ്ങൾക്ക് ഈ JRF കട്ട് ഓഫ് കാണിച്ചു തന്നു. അതിൽ നമുക്കറിയാം പേപ്പർ 1 50 ക്വസ്റ്റ്യൻസ് ആണ് വരിക. അതിൽ 40 to 45 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു. ഈ പേപ്പർ 1 എന്ന് പറയുന്നത് മാർക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. എപ്പോഴും മിക്കവാറുമുള്ള ഒരു സൈക്കിളിൽ നമ്മൾ കണ്ടു വരുന്നത് പേപ്പർ 2 ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. എല്ലായ്പ്പോഴും ഒരേപോലെ നമുക്ക് ഒരു പാറ്റേണിലല്ല പേപ്പർ 2 വരിക. അപ്പൊ നമുക്ക് അവിടെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചൊക്കെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള, പക്ഷെ പേപ്പർ 1 കമ്പാരിറ്റീവ്ലി പ്രെഡിക്റ്റബിൾ ആണ് കേട്ടോ. അപ്പൊ ആ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള പേപ്പർ 1 നിന്ന് മാക്സിമം സ്കോർ നിങ്ങൾ അങ്ങ് സേവ് ചെയ്ത് വെക്കാം. ആൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ നെറ്റും JRF ഒക്കെ 5ഉം 10ഉം മാർക്കിന്, 5ഉം 10ഉം മാർക്ക് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഒരു 6 to 10 മാർക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരു 3ഓ 5ഓ ക്വസ്റ്റ്യന്റെ ഡിഫറൻസാ. അപ്പൊ നിങ്ങൾ ഈ ഇങ്ങനെ മാർക്ക് നഷ്ടപ്പെട്ടിട്ട് ഇത് ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം, അവരുടെ സബ്ജക്ട് പേപ്പറിന് മാർക്ക് പോകുന്നതല്ലടാ. ആക്ച്വലി അവിടെ എന്താ സംഭവിക്കണേ? പേപ്പർ 1 മാർക്ക് പോയിട്ടാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്? ഈ ഒരു എക്സാമിൽ നിന്ന് നമുക്ക് ആ ഒരു ക്വാളിഫൈ ആയിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റിലേക്ക് നമുക്ക് കയറാൻ പറ്റാത്തതിന്റെ ഒരു റീസൺ ഈ പേപ്പർ 1 അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? എന്നാണോ നിങ്ങൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അന്നേരം തൊട്ട് പേപ്പർ 1 കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ഇനി ചെയ്യൂലേ? അതിൽ നിങ്ങൾ ഒരു ദിവസം പോലും ബ്രേക്ക് വരുത്തരുത്. വാട്ട് എവർ നിങ്ങൾ ഏതൊക്കെ ദിവസം പഠിക്കുന്നുണ്ടായാലും അതിനൊപ്പം നിങ്ങൾ എന്ത് പഠിക്കണം? പേപ്പർ 1 പഠിക്കണം. ഇനി സെക്കൻഡ് 1, നമ്മുടെ രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് വരുത്താൻ സാധ്യത എന്ന് പറയുന്നത്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ നെറ്റ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എത്ര യൂട്യൂബ് ചാനൽസ്, എത്ര ടെലഗ്രാം ചാനൽസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്? വെറുതെ ഒരു നമ്പർ പറയാൻ പറ്റുമോ? നമ്മുടെ 2 countries ദിലീപ് പറയുന്ന പോലെ, ഹൗ മെനി ടെലിഗ്രാം ചാനൽസ് ആൻഡ് യൂട്യൂബ് ചാനൽസ് യു ഹാവ്? ഐ വാണ്ട് ദ കംപ്ലീറ്റ് ലിസ്റ്റ്. വെറുതെ ഒരു 2ൽ കൂടുതലൊക്കെ ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? 3 to 5. I+ മാത്രം ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, 1 ഫോളോ ചെയ്യുന്നവരുണ്ട്, 3 ഫോളോ ചെയ്യുന്നവരുണ്ട്, 8ഓളം ഫോളോ ചെയ്യുന്നവരുണ്ട്. ഓക്കെ. നമ്മള് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നോക്കി, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം ഒരാൾക്കൊരു കിണർ കുഴിക്കണം എന്ന് വിചാരിക്കാം. ആദ്യം അയാൾ ഒരു 2 അടി ഒരു സ്ഥലത്ത് കുഴിച്ചു. കുറച്ച് സ്ഥലം മാറിയിട്ട് അടുത്ത് ഒരു 2 to 5 അടി കുഴിക്കുന്നു. വീണ്ടും കുറച്ച് സ്ഥലം മാറി അടുത്ത് വീണ്ടും വേറൊരു സ്ഥലത്ത് കുഴിക്കുന്നു. അങ്ങനെ ഒരു 10-12 സ്ഥലം മാറി മാറി കുറച്ച് കുഴിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് വെള്ളം കിട്ടുമോടാ? കിട്ടുമോ?
ഇല്ല. അപ്പൊ എന്താ ചെയ്യേണ്ടേ? നമ്മള് ഒത്തിരി അധികം റിസോഴ്സസിന്റെ പുറകെ പോയത്. നിങ്ങൾക്കറിയാം ഇപ്പൊ ഈ ഓൺലൈനായിട്ട് ഈ റിസോഴ്സസ് കിട്ടുന്നത് കൊണ്ട് അൺലിമിറ്റഡ് റിസോഴ്സസ് ആ ഇല്ലേ? ഇപ്പൊ ഈ പറയുന്ന നിങ്ങളൊരു 8-10 ചാനൽസ് അല്ലെങ്കിൽ ഒരു 3-4 ചാനൽസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്തുള്ള എത്ര കോണ്ടന്റ്സ് നിങ്ങൾക്കറിയാം? വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കി. അതിനകത്ത് ഓരോ ക്ലാസ്സുകൾ ഇട്ടിട്ട് ഓരോ ക്ലാസ്സും ചിലപ്പം ഒരു ½ an hour ഉണ്ടാവും, അല്ലെങ്കിൽ 1 hour ഉണ്ടാകും. ഈ 1 hour പറഞ്ഞിരിക്കുന്ന എത്ര കോണ്ടന്റ്സ് നിങ്ങൾക്കറിയാം? നിങ്ങൾക്കൊന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ? അപ്പം എപ്പോഴും ചെയ്യേണ്ടത് എന്താ? റിസോഴ്സസ് ലിമിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സോഴ്സ് വെക്കുക. അതിപ്പോ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആവട്ടെ, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുക്ക് ആവട്ടെ, എനിത്തിങ്. ഒരു ബുക്ക് നിങ്ങൾ ഒരു ബുക്കോ ഒരു ടീച്ചറിനെയോ നിങ്ങൾ ഫോളോ ചെയ്യുക. ആ സെയിം മെറ്റീരിയൽ നിങ്ങൾ എന്ത് ചെയ്യുക? മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാണ്ട് നിങ്ങൾ ഈ ചില ആൾക്കാരുടെയൊക്കെ സ്റ്റഡി ടേബിളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ മാർക്കറ്റിൽ ഇറങ്ങുന്ന എല്ലാ ബുക്സും കാണും. ഞാൻ ആ ഗൈഡ് മേടിക്കട്ടെ, ഈ ഗൈഡ് മേടിക്കട്ടെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു റീല് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പേപ്പർ 1 ഇതാ പുതിയൊരു ബുക്ക് എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇടുന്നു, ഉടനെ നമ്മൾ അതിന്റെ പുറകെ മേടിക്കാൻ പോകും. പക്ഷെ ആക്ച്വലി ഒരു 3 to 5 മാസത്തിനിടയിൽ നമ്മൾ പ്രിപ്പറേഷൻ നടക്കുന്നത് 5 മാസമാണ്. ഈ 5 മാസത്തിൽ ഈ സകല ബുക്കും നിങ്ങൾക്ക് വായിച്ചു തീർക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ കുറെ അധികം റിസോഴ്സസ് കളക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതല്ല നമ്മുടെ മോട്ടീവ്. നമ്മൾ പഠിക്കുന്നത് ഒരു ബുക്കായാലും അത് നമുക്കറിയാവോ, നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾ നമുക്ക് സെറ്റ് ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ആ പ്രശ്നം ഓക്കെ അല്ലേ? ആ പ്രശ്നം നിങ്ങൾക്ക് ഇനി വരാതെ നിങ്ങൾ ശ്രദ്ധിക്കില്ലേ? ഓക്കെ. ഇനി മൂന്നാമത്തതാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന കാര്യമാണ് എങ്ങനെ പഠിക്കണം. നമുക്ക് പറ്റുന്ന എന്താണെന്നറിയോ? നമ്മൾ പഠിക്കുന്നു, പഠിച്ചിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ലോങ് ആയിട്ടുള്ള ലെക്ചേഴ്സ് ഇങ്ങനെ കണ്ടു തീർക്കും. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? കാര്യം മനസ്സിലാക്കുന്നതിലുപരി നിങ്ങൾ ഈ ലെക്ചേഴ്സ് കണ്ടു തീർത്ത് ഈ ചെക്ക് ലിസ്റ്റ് ഇങ്ങനെ എന്താ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഇങ്ങനെ ഈ ചെക്ക് ലിസ്റ്റ്, ഓക്കെ ലെക്ചർ 1 കംപ്ലീറ്റ് ചെയ്തു, ലെക്ചർ 2 കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾ കുറെ ലെക്ചേഴ്സ് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. പക്ഷെ ഇത് നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കി എന്നുള്ളതാണ് കാര്യം. വെറുതെ ഈ ലെക്ചേഴ്സ് ഷോർട്ട് ടൈമിനുള്ളിൽ മഗ്അപ്പ് ചെയ്യാന്നുള്ളതല്ല UGC നെറ്റ് എക്സാം എന്ന് പറയാം. അപ്പം നിങ്ങൾ ഒരിക്കലും ഈ ഒരു നിങ്ങൾ എസ്സേ റൈറ്റിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ, നമ്മൾ കോളേജസിലൊക്കെ എസ്സേക്ക് എഴുതുന്ന പോലെ പഠിക്കുന്ന പോലെയല്ല നമ്മൾ UGC നെറ്റിന് പഠിക്കേണ്ടത്. സോ നിങ്ങൾ ആദ്യം ഒരു ടോപ്പിക്ക് പഠിക്കുക. ഈ പഠിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെറുതെ എക്സാമിന് വേണ്ടി മഗ്അപ്പ് ചെയ്യരുത്. അത് കാണാതെ പഠിച്ചു നോക്കി ഇതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്, അങ്ങനെയല്ല. കാണാതെ പഠിക്കരുത്. ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഈ കാര്യം മനസ്സിലാക്കിയോ എന്നെങ്ങനെ അറിയാം? സിംപ്ലി നിങ്ങൾ പഠിക്കുമ്പോൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ പഠിക്കുക. അതായത് നമ്മൾ ഒരാളെ പഠിപ്പിക്കാനാണ്, നമ്മൾ എന്തായാലും ഈ പ്രൊഫസർഷിപ്പ് ജോബിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ പോകുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെയും കൂടെ ഒരു പ്രാക്ടീസ് ആവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ പഠിക്കുക. നിങ്ങൾക്ക് ആ ബുക്ക് നോക്കാതെ, നമ്മളൊരു കോൺസെപ്റ്റ് പഠിച്ചതിന് ശേഷം ആ ബുക്ക് നോക്കാതെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പ്രാക്ടീസിൽ നമുക്കത് കൃത്യം പോയിന്റ്സ് എല്ലാം വെച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കൊരു 90% ആ ടോപ്പിക്ക് മനസ്സിലായി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ആ കാര്യം പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് റേസ് ക്വസ്റ്റ്യൻസ്. നമ്മൾ ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അങ്ങനെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഡൗട്ട്സ് വരും. ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് പോവാം. ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് പോകുമ്പോൾ എന്ത് ചെയ്യും? ഗ്യാപ്സ് ഫില്ലാവും. നിങ്ങൾക്ക് പഠിച്ച സമയത്ത് എന്തെങ്കിലുമൊക്കെ ഗ്യാപ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഫില്ലാവും. ഇപ്പൊ ഈവൻ നമ്മൾ ഈ ക്ലാസ്സസ് എടുക്കുന്ന സമയത്ത് വളരെ തോട്ട്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുട്ടികൾ ചോദിക്കും കേട്ടോ. അത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് പഠിക്കാൻ ശ്രമിക്കുന്നവർക്കാണ് ശരിക്കും ഡൗട്ട് വരിക. നമ്മൾ വെറുതെ ഇരുന്ന് ബുക്കൊക്കെ വായിച്ച് മഗ്അപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ഡൗട്ട് വരില്ല. അപ്പൊ ശരിക്കും നമ്മൾ ടീച്ചേഴ്സ്, ശരിക്കും എന്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ വളരെ കുറച്ചൊരു 1.5 വർഷം ഒക്കെ ആവുന്നേ ഉള്ളൂ ടീച്ചിങ്ങിലേക്ക് കയറിയിട്ട്. അപ്പം ഈ കുട്ടികൾ പുതിയ സംശയങ്ങൾ ചോദിക്കുമ്പോഴാണ് എനിക്ക് വരുന്നത്, ഇങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടല്ലോ. നമ്മൾ ടീച്ചേഴ്സും ലേണിംഗ് ആണ്, നിങ്ങളിലൂടെ നമ്മളും പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ റേസ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ് അതിന്റെ 2ാമത്തെ പോയിന്റ് എന്ന് പറയാം. ഇനി 3ാമത് നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു, ഇതിങ്ങനെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ പഠിച്ചു. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു ടോപ്പിക് ഒന്ന് അടച്ചു വെച്ചിട്ട് അതിന്റെ മെയിൻ പോയിന്റ്സ്, വീണ്ടും നോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാനല്ല പറയുന്നത്, മെയിൻ പോയിന്റ്സ് മാത്രം ഒരു ചെറിയ ഷീറ്റ് ഓഫ് പേപ്പറിൽ എഴുതി വെക്കുക. ആ മെയിൻ പോയിന്റ്സ് എഴുതിയിട്ട് നിങ്ങളുടെ സ്വന്തം ബുക്കുമായിട്ട്, നിങ്ങൾ പഠിച്ച നോട്ടുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. ഈ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒക്കെ പോയിന്റ്സ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറൊരു കളർ പേനയിലൊന്ന് എഴുതി വെക്കാം.
പിന്നെ നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഫുൾ നോട്ട് വായിച്ചില്ലെങ്കിലും ഈ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എഴുതിയ നോട്ട് മാത്രം വായിച്ചാലും നിങ്ങൾക്ക് എന്ത് ഓർമ്മ കിട്ടും? നിങ്ങളുടെ ആ കോണ്ടന്റ് ഓർമ്മ കിട്ടും. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? സോ ഇങ്ങനെ പിന്നെ ഒരു റിവിഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ PYQs വഴി റിവൈസ് ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾ PYQല് ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസിന്റെ ഏത് ക്വസ്റ്റ്യൻ ആണോ വന്നത്, ഏത് ഏരിയയിൽ നിന്നാണോ വന്നത്, ആ ഏരിയ നിങ്ങൾക്ക് പോയി റിവൈസ് ചെയ്യാനായിട്ട് പറ്റും. സോ വെറുതെ കുറെ റാൻഡം ലെക്ചേഴ്സ് വാച്ച് ചെയ്യുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് നിങ്ങൾ കൺസെപ്ച്വൽ ക്ലാരിറ്റി ബിൽഡ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞ മെത്തേഡുകൾ ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ മൈൻഡിൽ നിൽക്കാനായിട്ട്, നമ്മുടെ എക്സാം സമയത്ത് നമുക്ക് റീകോൾ ചെയ്യാനൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിന്റെ മെമ്മറിയിൽ നമുക്കത് റിട്ടേൺ ചെയ്യണം. അപ്പൊ ആ ഒരു റിട്ടൻഷൻ അത് സഹായിക്കും. അതുപോലെ തന്നെ റിവിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇന്ന് പഠിച്ചു പിന്നെ ഇനി അത് നോക്കുന്നേ ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് മറന്നു പോകും. അത് നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യത്തെ ഒരു ദിവസം പഠിച്ചു, പിറ്റേന്ന് ദിവസം ഒരു രാവിലെ നിങ്ങൾ വേറൊരു സബ്ജക്ട് പഠിച്ചു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ വേറൊരു ടോപ്പിക് പഠിക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ആ ഇമ്പോർട്ടന്റ് പോയിന്റ്സിലൂടെ മാത്രം നിങ്ങളൊന്ന് കടന്നു പോയാൽ മതിയോ. അപ്പൊ തന്നെ നിങ്ങൾക്ക് അതിൽ പകുതിയിൽ കൂടുതൽ കാര്യങ്ങൾ ഓർമ്മ വരും. ദെൻ വീക്കെൻഡിൽ എന്ത് ചെയ്യുക, ഒരു തവണയും കൂടി നിങ്ങൾ അതൊന്ന് പഠിക്കുക, അതൊന്ന് റിവൈസ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, ദെൻ ഒരു മന്ത്ലി ഒരു റിവിഷൻ വെക്കുക. ആൻഡ് ഇങ്ങനെ ചെറിയ ചെറിയ സ്ലോട്ട്സുകളായിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്കിത് ലോങ് ടേം ആയിട്ട് റീറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പം അവിടുത്തെ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നത് മാറി എന്ന് വിശ്വസിക്കുന്നു. മാറിയോ? നിങ്ങൾ ചാറ്റ് ബോക്സിൽ പറയണേ. ഓക്കെ ഫൈൻ. ഇനി അടുത്ത ഒരു ഏറ്റവും വലിയ മിസ്റ്റേക്ക്, UGC നെറ്റ് ആസ്പിറൻസ് വരുത്തുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ ഒരു PYQs ഇഗ്നോർ ചെയ്ത് കളയാന്നുള്ളതാണ്. നമ്മളെല്ലാം വിചാരിക്കുന്ന പഠിക്കാതെ എങ്ങനെയാ പ്രാക്ടീസ് ചെയ്യുക, നമ്മൾ കംപ്ലീറ്റ് പഠിച്ച് തീർന്ന് എല്ലാം പഠിച്ച് A to Z കാര്യങ്ങൾ ഫുൾ പഠിച്ചിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം, PYQs ചെയ്യാം, എന്നാലല്ലേ കാര്യമുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയല്ല. നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, PYQs സ്റ്റാർട്ട് ചെയ്യുക. ശരിക്കും എന്തിനാ PYQs ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്തിനായിരിക്കും PYQന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താ? ഒന്നാമത് എന്ത് ചെയ്യാം, നമ്മുടെ എക്സാമിന്റെ ട്രെൻഡ് മനസ്സിലാക്കാം. അതെ, നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണ്, UGC എങ്ങനെയാണ് ഒരു ടോപ്പിക്കിൽ നിന്നും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഫ്രെയിം ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. കറക്റ്റാ. രണ്ടാമത് എന്താ പറഞ്ഞത്, ഒരാൾ ഇവിടെ വേറൊരു കാര്യം, പ്രാക്ടീസ് ചെയ്യാൻ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു 3 hours എക്സാം ആണ്. ആ 3 hours എക്സാമിൽ 150 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം. അപ്പം ടൈം മാനേജ്മെന്റ് എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ എന്താണ്, മൊത്തത്തിൽ നിങ്ങൾക്ക് പാറ്റേൺ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ട്രോങ് ആൻഡ് വീക്ക് ഏരിയാസ് മനസ്സിലാക്കുക. നിങ്ങളുടെ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള, അതായത് ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഹോട്ട് ടോപ്പിക്സ് മനസ്സിലാക്കുക. ഇതിനൊക്കെയാണ് നമ്മൾ ശരിക്കും PYQന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയാം. അപ്പോൾ ഈ PYQs ഇല്ലാതെ നിങ്ങൾ സിലബസ് എത്രത്തോളം കവർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ എഴുതി വെച്ച് തരാം. PYQ പ്രാക്ടീസ് ഇല്ലാണ്ട് നിങ്ങൾക്ക് വെറുതെ കാര്യങ്ങൾ കോൺസെപ്റ്റ് മാത്രം പഠിച്ചുകൊണ്ട് പോയി എഴുതാൻ പറ്റുന്ന ഒരു എക്സാം അല്ല നിങ്ങളുടെ ഒരു UGC നെറ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പൊ ഇനി PYQ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന്, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഈ ഒരു PYQs വഴി റിവിഷൻ നടത്താമെന്ന് പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പം ഓരോ യൂണിറ്റിന്റെയും ഒരു 4-5 ദിവസം ഒരു യൂണിറ്റ് പഠിച്ചതിന് ശേഷം ആദ്യം തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഒരു ചെറിയൊരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക. പഠിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുത്തിട്ട് ഒരു 3-4 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും പതുക്കെ എന്ത് ചെയ്യാം, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഈ ഡെയിലി ഒരു 20 to 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാൻ നോക്കുക. അത് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് വന്നാൽ മതി. ആദ്യം മതി ഒരു 20, ഒരു 10 ക്വസ്റ്റ്യൻ എങ്കിൽ 10 ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് അത് അത്രയും ചെയ്യാൻ പറ്റിയാൽ പോലും നിങ്ങളുടെ ഒരു ഇതിലേക്ക് നിങ്ങളെ ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് ഹൈ ചാൻസസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഈ PYQs കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഇനി അതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു ക്വസ്റ്റ്യൻ എടുക്കുന്നു. ക്വസ്റ്റ്യൻ ഉണ്ട്, 4 ഓപ്ഷൻസ് ഉണ്ട്, കൊള്ളാം. നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നു, ആൻസർ കിട്ടി, നമ്മളെ തന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നു, കൊള്ളാം, ഞാൻ ഇതിനകത്ത് കയറും എന്നൊക്കെ നമുക്കൊരു കോൺഫിഡൻസ് വരുന്നു. ഉടനെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അതും ഓക്കെ, തെറ്റിപ്പോയോ സാരമില്ല, ഒരു ക്വസ്റ്റ്യൻ അല്ലേ എന്ന് പറഞ്ഞ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. ഇങ്ങനെയല്ല ശരിക്കും PYQ ചെയ്യേണ്ടത്. നെറ്റിന്റെ PYQല് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എടുക്കുക,
ക്വസ്റ്റ്യൻ എടുത്തിട്ട് ആ 4 ഓപ്ഷൻസ് വായിക്കുക. ഓക്കെ, ഓപ്ഷൻസ് വായിക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് അതിനകത്ത് ആദ്യം നിങ്ങൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാവോ എന്ന് നോക്കുക. നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് ആണോ എന്ന് നോക്കുക. ആണെങ്കിൽ അതൊന്ന് പോയി റിവൈസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ആ പുതിയ കോൺസെപ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ആൻഡ് കീപ് എ മിസ്റ്റേക്ക് നോട്ട്ബുക്ക്. കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു മിസ്റ്റേക്ക് നോട്ട്ബുക്ക് ഉണ്ടാവണം. അതായത് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആൻസർ ശരിയായെങ്കിലും നിങ്ങൾ എന്താ നോക്കേണ്ടത്, നിങ്ങൾ ബാക്കി 3 ഓപ്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. അതായത് നമ്മൾ എപ്പോഴും നമ്മുടെ മൈൻഡിൽ തോട്ട് പ്രോസസ്സ് ഡെവലപ്പ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്: എന്തുകൊണ്ട് നമുക്ക് എന്താണ് ആ ഒരു പെർട്ടിക്കുലർ ആൻസർ ആ ക്വസ്റ്റ്യന്റെ ആൻസർ ആയി, എന്തുകൊണ്ട് ബാക്കി 3 ഓപ്ഷൻസും ആൻസർ ആയില്ല. അങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് 4-5 പുതിയ കോൺസെപ്റ്റ് കിട്ടും. ഈ കോൺസെപ്റ്റ്സിൽ നിന്നായിരിക്കും അടുത്ത ഒരു സൈക്കിളിന്റെ ക്വസ്റ്റ്യൻ ഡെവലപ്പ് ചെയ്യുക. അപ്പൊ ആ ഒരു തരത്തിൽ വേണം നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ. ഈ മിസ്റ്റേക്ക് നോട്ട്ബുക്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോയി. തെറ്റിപ്പോകുമ്പോൾ അതെന്തുകൊണ്ട് തെറ്റിയെന്ന് നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അതായത് ഇപ്പം നമ്മൾ വേറൊരു കോൺസെപ്റ്റുമായിട്ട് കൺഫ്യൂഷൻ ആയതാണോ, നമ്മൾ വെറുതെ ഗസ് വർക്ക് നടത്തിയതാണോ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാകാത്തതാണോ, ആ കോൺസെപ്റ്റിൽ ക്ലാരിറ്റി നിങ്ങൾക്ക് കുറവായിട്ടാണോ, അപ്പൊ എന്തുകൊണ്ട് അത് തെറ്റിയതെന്നും കൂടി എഴുതി വെക്കുക. എന്നിട്ട് അത് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഈ സെയിം മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യാണ്ട് നോക്കുക. അങ്ങനെ കുറെ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ PYQ പ്രാക്ടീസിൽ നിങ്ങളുടെ എറേഴ്സ്, നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വരുന്ന എറേഴ്സ് നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ അത് ഓക്കെ അല്ലേ? ഓക്കെ. ദെൻ അടുത്ത ഒരു വലിയ മിസ്റ്റേക്ക് എന്താണെന്നറിയോ, നമ്മൾ റാൻഡം ആയിട്ട് അങ്ങനെ എടുത്ത് പഠിക്കുക. അതായത് നമ്മൾ ഈ പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ ഇരുന്ന് നമ്മുടെ ഡെസ്കിന്റെ മുന്നിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഇരുന്നിട്ട് ഇന്ന് എന്ത് പഠിക്കാം എന്നിങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇതിങ്ങനെ നമ്മൾ ഓക്കെ, ഇന്ന് എനിക്ക് റിസർച്ച് പഠിക്കാനാണ് മൂഡ്, അപ്പൊ പിന്നെ റിസർച്ച് പഠിക്കാന്ന് പറഞ്ഞ് റിസർച്ച് എടുത്തു. റിസർച്ച് പഠിച്ച് ഒരു 4-5 പേജ് എത്തിയപ്പോഴാണ് ഇത് അയ്യോ ഞാൻ ടീച്ചിങ് പഠിച്ചില്ലല്ലോ, എങ്കിൽ പിന്നെ ഇനിയിപ്പോ ടീച്ചിങ് നോക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ടീച്ചിങ്ങിലേക്ക് ചാടും. നമ്മുടെ മറ്റേ CID മ്യൂസിലെ ബിന്ദു പണിക്കരുടെ ഒരു അവസ്ഥയുണ്ടല്ലോ, അയ്യോ എന്റെ മിക്സി, അയ്യോ എന്റെ ഫ്രിഡ്ജ് എന്ന് പറയുന്ന സാധനമില്ലേ, അതിലേക്ക് നമ്മൾ പോകും. അപ്പൊ ശരിക്കും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, നിങ്ങൾ പഠിക്കാനിരിക്കുന്നതിന്റെ തലേ ദിവസം തന്നെ കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കുക. അതായത് ആദ്യം നിങ്ങളുടെ കയ്യിൽ വേണ്ടത് വീക്ക്ലി പ്ലാനാണ്. ഒരു വീക്കിൽ നിങ്ങൾ എന്തോരം കാര്യങ്ങൾ കവർ ചെയ്യും, ഈ എന്തോരം കാര്യങ്ങൾ കവർ ചെയ്യും എന്നുള്ളതിൽ നിങ്ങളുടെ പേപ്പർ 1 ഉണ്ടാവണം, പേപ്പർ 2 ഉണ്ടാകണം, റിവിഷൻ പ്ലാൻ ഉണ്ടാകണം, PYQ പ്രാക്ടീസ് ഉണ്ടാകണം, PYQ അനാലിസിസ് ഉണ്ടാകണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾക്കും ടൈം സ്ലോട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, വീക്ക്ലി പ്ലാൻ ഇടാനായിട്ട്. ആൻഡ് ഈ വീക്കിലി പ്ലാൻ ഇട്ടിട്ട് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ദിവസവും എന്ത് ചെയ്യുക, ആ വീക്കിലെ പ്ലാന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ആക്ഷൻസ് എന്തൊക്കെയാണ്, ഓരോ ദിവസവും നമ്മൾ എന്തൊക്കെ കവർ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡെയിലി പ്ലാനിൽ ഇടേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഡെയിലി പ്ലാനിൽ നിങ്ങൾ ചെക്ക് ലിസ്റ്റ് ഇട്ടിട്ട് പോകും. അപ്പം ശരിക്കും നിങ്ങൾ നിങ്ങളുടെ PYQന്റെ ഒരു സെറ്റും നിങ്ങളുടെ എവിടെയാണോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് അങ്ങനെ ഒരു PYQ, ഇപ്പം ക്വസ്റ്റ്യൻ ബാങ്ക് ആണെങ്കിൽ അങ്ങനെ, ആപ്പ് ത്രൂ ആണെങ്കിൽ അങ്ങനെ നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ PYQന്റെ ഒരു റിസോഴ്സും അതുപോലെ തന്നെ നിങ്ങളുടെ സിലബസും കയ്യിൽ വെച്ചിട്ട് വേണം ഇരിക്കണം. അപ്പൊ ഓരോ ടോപ്പിക്ക് തീർക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സിലബസിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്ത് പോവാം, കംപ്ലീറ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് പോവാം. അതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷൻ ആണ്. ഓക്കെ, നമ്മൾ ഇത്രയും കവർ ചെയ്തു, സോ നമുക്ക് ഇനി ഇത്രയും കൂടി കവർ ചെയ്യാനുള്ളൂ, അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും, ഇത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള ഒരു മോട്ടിവേഷനും കൂടിയാണ് നമുക്ക് അവിടെ കിട്ടുക. ഈ പഠിക്കുന്ന സമയത്തും എക്സ്ക്യൂസസ് മാക്സിമം കുറയ്ക്കുക. പഠിക്കാതിരിക്കാൻ നമുക്ക് 100 കാരണങ്ങൾ ഉണ്ടാക്കാം. ഞാൻ അങ്ങനെ തന്നെ പറയും, 100 കാരണങ്ങൾ ഉണ്ടാക്കാം. കാരണം എന്താണെന്നറിയോ, ഇപ്പം നമ്മുടെ തന്നെ ഒരു മുന്നേ പഠിച്ചിരുന്ന ഒരു കുട്ടി ക്ലിയർ ആയിട്ട് JRF ഒക്കെ ക്ലിയർ ആയിട്ട് വന്നിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. 1.5 വയസ്സുള്ള കുഞ്ഞുള്ളതാ. അപ്പം ഈ കുഞ്ഞിനെ തൊട്ടിലിട്ട് ഉറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ക്ലാസ് കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ പഠിക്കുന്ന കുട്ടികളുണ്ട്, അങ്ങനെയാണ് പഠിച്ചത് എന്ന് പറഞ്ഞ് JRF ക്ലിയർ ചെയ്ത കുട്ടിയുണ്ട്. ഇവൻ രാത്രി മുഴുവൻ ലോറിയൊക്കെ ഓടാൻ പോയിട്ട് പിറ്റേന്ന് ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടടാ. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കിയേ, റീസൺസ് നമുക്ക് പഠിക്കാതിരിക്കാൻ റീസൺസ് ഉണ്ടാക്കാനാണെങ്കിൽ ഇഷ്ടംമാതിരി റീസൺസ് ഉണ്ടാക്കാം. പക്ഷെ നമ്മൾ അതിൽ ചെയ്യാൻ തീരുമാനിക്കുക എന്ന് പറയുന്നത് അതിനൊരു ഗട്ട്സ് വേണം. ആ ഗട്ട്സ് നിങ്ങൾക്കുണ്ടോ?
ആൻഡ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, അടുത്ത ഒരു നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന മിസ്റ്റേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ മറന്നുകൊണ്ട് ഇതിലേക്ക് ഇൻവോൾവ് ആവുക. അങ്ങനെ ചെയ്യരുത് കേട്ടോ. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 5 മാസം വെറും 2 മണിക്കൂർ ഉറങ്ങിയിട്ട് ബാക്കിയുള്ള സമയം പഠിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അങ്ങനെ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് വർക്ക് ആവോ? കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റണം? ഇല്ല. നിങ്ങൾക്ക് 1-2 ദിവസം ചെയ്യാൻ പറ്റും. അത് കഴിയുമ്പോൾ നിങ്ങളുടെ ബാറ്ററി ലോ ആയിട്ട് തുടങ്ങും. അപ്പം എല്ലായ്പ്പോഴും പഠിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റണം, നമ്മുടെ ബ്രെയിൻ ആക്റ്റീവായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് കൃത്യമായിട്ടുള്ള സ്ലീപ്പ് ഷെഡ്യൂൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു 7 to 8 hours. ഇപ്പൊ നാളെ തൊട്ടിട്ട് രാത്രി 9 മണിക്ക് കിടന്നിട്ട് ഉച്ചയ്ക്ക് 12 മണിക്ക് എഴുന്നേറ്റിട്ട് വീട്ടിലൊന്നും പറയരുത് ആതിര മിസ് പറഞ്ഞു ഉറങ്ങണം, ഉറങ്ങിയാലേ ബ്രെയിൻ ആക്റ്റീവ് ആവുള്ളൂ എന്നൊന്നും പറഞ്ഞു കളയരുത്. ശരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് 7 to 8 hours സെൻഡ് ചെയ്യുക. നിങ്ങളൊരു സ്ലീപ്പ് ഷെഡ്യൂൾ വെക്കുക, ഇനഫ് ആയിട്ട് വെള്ളം കുടിക്കുക, അതുപോലെ ഒന്ന് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ഒരു 10-20 മിനിറ്റ് ആ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുക. ഇതൊക്കെ നമുക്ക് വേണ്ടിയും കൂടെ ജീവിക്കുക. സി ദിസ് എക്സാം എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് യുവർ ലൈഫ്, അല്ലാതെ ഇറ്റ് ഈസ് നോട്ട് യുവർ എൻറ്റയർ ലൈഫ്. അതുകൊണ്ട് നമ്മളെ മറന്നു പോകാതെ നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഫ്രീക്വന്റ് ആയിട്ട് റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാണ്ട് രാത്രി ഒരു 10, 12, 15 മണിക്കൂർ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾ അങ്ങനെ വെറുതെ ഇരുന്ന് പഠിച്ചു നോക്കൂ, പിറ്റേ ദിവസം നിങ്ങൾക്ക് ഒന്നും പഠിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ എത്ര മണിക്കൂർ കണക്കിന് പഠിച്ചു എന്ന് നിങ്ങൾ നോക്കലല്ല പരിപാടി. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണോ, നമുക്കത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഇന്നത്തെ ദിവസം എനിക്കിപ്പോ ഇന്നത്തെ ദിവസം എനിക്കൊരു മൂഡില്ലായിരുന്നു, എനിക്കൊരു 2 മണിക്കൂർ അല്ലെങ്കിൽ പോട്ടെ 1 മണിക്കൂർ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ, മതി. സി ഷോപ്പ് എവരിഡേ. നിങ്ങളൊന്ന് എല്ലാ ദിവസവും ഇതിനു വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് നിങ്ങളെ കാണുന്നതിൽ നിന്ന് ഒന്നായിട്ട് ഈ എക്സാമിനെ മാറ്റിക്കളയരുത്. ഓക്കെ. കൺസിസ്റ്റൻസി എല്ലാവർക്കും പറ്റുന്നതാണ്. നിങ്ങൾ ഇപ്പം ഭയങ്കര ആവേശഭരിതരായിട്ടൊക്കെ ഇരിക്കുകയാണല്ലേ, ഓക്കെ നാളെ മുതൽ നമ്മൾ ഇതെല്ലാം ചെയ്യും എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. സി അതിനകത്ത് നിങ്ങൾ ഒരാഴ്ച കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്താണ് ഒരു നമുക്കൊരു മടി വരും. ഓക്കെ ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമുക്ക് ബ്രേക്കുകൾ വരും. കാരണം എന്താണെന്നറിയോ, നമുക്ക് ഈ പഠിക്കുന്നതിനേക്കാളും ഡോക്ടർ ഇൻക്രീസ് കിട്ടുന്ന വേറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ബ്രെയിന് ചിന്തിക്കുന്ന എന്താ, നമുക്ക് പഠിക്കാൻ കുറച്ച് ഒരു ടാസ്ക് ആണ്, അതിനേക്കാളും ഈസി ആയിട്ട് നമുക്കൊരു എൻജോയ്മെന്റ് കിട്ടുന്ന നമുക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, സിനിമയുണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഒത്തിരി അധികം കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുക. നിങ്ങൾ ഇനി വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും എല്ലാ ദിവസവും ഇതിനു വേണ്ടി ഷോപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലർക്കും പറ്റുന്നത് ഈ തുടക്കത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ ആക്റ്റീവായിട്ടൊക്കെ കയറുമെങ്കിലും പിന്നീട് അങ്ങോട്ട് ഈ ഒരു മോട്ടിവേഷൻ ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ വിഷ്ണു സാറ് പറഞ്ഞ പോലെ ഇപ്പം എനിക്ക് നിങ്ങൾക്ക് ഈ ഒരു 5-10 മിനിറ്റ് നിങ്ങൾക്ക് മോട്ടിവേഷൻ തരാൻ പറ്റും, അലൻ സാറിനായാലും അത് തന്നെയാണ്. അപ്പൊ കുറച്ച് ദിവസങ്ങളിലേക്ക് തരാൻ പറ്റും. സി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് നിങ്ങളാണ്. അപ്പം നമ്മളെ തന്നെ എന്ത് ചെയ്യുക, ഓക്കെ നമ്മൾ ഇത് പഠിക്കണം, എല്ലാ ദിവസവും നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ കിട്ടും. ആൻഡ് നിങ്ങൾ ഉറപ്പിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം, നിങ്ങൾ ഒരു 3 ദിവസം ഇന്ന് പഠിക്കുന്നു, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു 3 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് പഠിക്കാതിരിക്കുകയാണെങ്കിൽ ഷുവർ ആയിട്ടും എഴുതി വെച്ചോ, നിങ്ങളുടെ ആ ട്രാക്ക് പോയി. നിങ്ങൾക്ക് ഒരു ദിവസമൊക്കെ ബ്രേക്ക് എടുക്കാം. കുറെ നാൾ നമ്മൾ പഠിച്ചു വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നമുക്കൊരു പ്രശ്നം വരും. അപ്പൊ നിങ്ങൾ ഒരു ദിവസമൊക്കെ ബ്രേക്ക് എടുക്കുന്നത് ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഫൈൻ. പക്ഷെ അടുപ്പിച്ചൊരു 3 ദിവസമൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ആൻഡ് പിന്നെ നിങ്ങളുടെ ട്രാക്ക് ഒക്കെ മാറി പിന്നീട് നിങ്ങളുടെ കയ്യിൽ നിന്നേ പോകുന്ന ഒരവസ്ഥ വരും. സോ അങ്ങനെ ഒരു അവസ്ഥ ഉറപ്പായിട്ടും ഉണ്ടാക്കാതിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും ഇതിനു വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ നിങ്ങളോട് തന്നെ കൊടുക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ട് അതിനെ മാറ്റാം. ആൻഡ് ഇതുവരെ ഞാൻ പറഞ്ഞതെല്ലാം കൂടി സമ്മറൈസ് ചെയ്ത് പറയുവാണ്. നിങ്ങൾക്ക് മൊത്തത്തിൽ ഇത് ക്ലിയർ ചെയ്യാനായിട്ട് ഇത്രയേ ഉള്ളൂ. കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കുക. ഞാൻ ഈ 5 മാസത്തിൽ എന്താ ചെയ്യാൻ പോകുന്നത്, അതിൽ ഓരോ മാസവും എന്താ ചെയ്യാൻ പോകുന്നത്, ഓരോ വീക്കും എന്താ ചെയ്യാൻ പോകുന്നത്. ആൻഡ് കൺസെപ്ച്വൽ ക്ലാരിറ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ഒരു കോൺസെപ്റ്റ് മനസ്സിലായോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. അല്ലാണ്ട് നിങ്ങൾക്ക് വെറുതെ ഫാക്ച്വൽ നോളജ് മഗ്ഗപ്പ് ചെയ്തെടുക്കുകയല്ല. പേപ്പർ 1 ആയാലും പേപ്പർ 2 ആയാലും ഡെയിലി ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി റീഡിംഗ് കോമ്പ്രിഹെൻഷൻ ഒക്കെ പോലുള്ളത് ക്വസ്റ്റ്യൻസ് ആ ഒരു ഏരിയയൊക്കെ നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ അതിൽ എക്സ്പേർട്ട് ആവും. അപ്പം എത്രത്തോളം PYQs പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നു. PYQസിനൊന്നും ഒരു പഞ്ഞും ഇല്ല. കാരണം 2018 തൊട്ടിട്ട് 2026 വരെ തന്നെ പേപ്പർ 1 ചെയ്താൽ പോലും എന്തോരം ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പം ഡെയിലി ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് അത് അനലൈസ് ചെയ്യുക. നിങ്ങളുടെ മിസ്റ്റേക്സ് എവിടെയാണ്, നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ് എന്തൊക്കെയാണ്,
നിങ്ങളുടെ വീക്ക് ഏരിയാസ് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മിസ്റ്റേക്ക് പറ്റുന്നത്, ഇതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക. ആൻഡ് കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുക. നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും ഇതിനു വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യുക. ഇത്രയും ശ്രദ്ധിച്ചാൽ തന്നെ ഇറ്റ്സ് മോർ ദാൻ ഇനഫ് എന്നേ ഞാൻ പറയത്തുള്ളൂ. ആൻഡ് ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ UGC നെറ്റിന്റെ ലൈവ് ക്ലാസ്സസിന്റെ ബാച്ച് IPLS നമ്മൾ ജൂലൈ 15 തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. നൈറ്റിലായിരിക്കും ലൈവ് ക്ലാസ്സസ് വരിക. പേപ്പർ 1ന്റെ ലൈവ് ക്ലാസ്സസ് ഉറപ്പായിട്ടും ഉണ്ട്. അതുപോലെ പേപ്പർ 2ന്റെ ക്ലാസ്സസ് എക്കണോമിക്സ്, ഹിസ്റ്ററി, മാനേജ്മെന്റ്, കോമേഴ്സ്, ഇംഗ്ലീഷ്, മലയാളം ക്ലാസ്സസ് ആണ് ഉണ്ടാവുക. ആൻഡ് അതിന് ഫസ്റ്റ് ക്ലാസ് എല്ലാവർക്കും ഫ്രീ ആണ്. അപ്പം എല്ലാവരും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ നിങ്ങളുടെ December 2026 എക്സാമിലേക്ക് വേണ്ടിയിട്ട് ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് പറഞ്ഞതൊക്കെ ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഈ ഒരു സെഷൻ ബെനിഫിഷ്യൽ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നിങ്ങളുടെ അടുത്തൊരു എക്സാമിലേക്ക് നിങ്ങളുടെയൊക്കെ പേരും ഫോട്ടോയും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ കാണാൻ പറ്റട്ടെ എന്ന് തന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ആൻഡ് താങ്ക് യു ഫോർ കോപ്പറേറ്റിംഗ്. ഇത്രയും സമയം നിങ്ങൾ ഇരുന്നതിന് ഒത്തിരി താങ്ക്സ്. Thanks everyone. All the best.